السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين وصلى الله وسلم على خير خلقه ورسوله محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأتم الحج والعمرة لله. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ഒരഭിലാഷമാണ്, ഒരാഗ്രഹമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കയിലെത്തി പരിശുദ്ധ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്. അതിന് അള്ളാഹുവിൻ്റെ വിളി നേരത്തെ ഉണ്ട്. പക്ഷെ അവൻ്റെ തൗഫീഖ് കൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്കതിന് സാധ്യമാകുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് ഓരോ വർഷവും ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കാൻ വരുന്നവരിൽ വലിയ ഒരു ശതമാനം ആളുകൾ സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ. വലിയ സമ്പന്നരായിരിക്കുന്ന അപൂർവം ആളുകൾ മാത്രമാണ് ഓരോ വർഷവും ഹജ്ജിൽ നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം സാമ്പത്തിക ശേഷിയും സൗകര്യങ്ങളും ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ നമുക്കതിന് പോകാൻ സാധിക്കുള്ളൂ. പക്ഷെ ആ തൗഫീഖ് വെറുതെ ഉണ്ടാവില്ല. നമുക്കതിൻ്റെ ആഗ്രഹം വേണം, ഒരു പ്രതീക്ഷ വേണം, ഒരാശ വേണം. അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പല സന്ദർഭങ്ങളിലും നമ്മുടെ ടീമിലൊക്കെ തന്നെ ഹജ്ജിനൊക്കെ വരുന്ന ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജ് നിയ്യത്ത് ചെയ്യുകയും അതിന് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായി പ്രത്യേകം അധ്വാനിച്ച് പ്രത്യേകമായിരിക്കുന്ന എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ വരുമാനം ഉണ്ടാക്കിയത് സ്വരൂപിച്ച് അതൊക്കെ ഉപയോഗപ്പെടുത്തി ഹജ്ജിന് വരുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരു പ്രത്യേകമായ അധ്വാനവും ഇല്ലാതെ ഒരു 10 വർഷമൊക്കെ തുടർച്ചയായിട്ട് ഹജ്ജിന് പോകാൻ കഴിയുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അതിഥികളായി അവൻ്റെ വിളിക്കുത്തരം ചെയ്ത് അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ലോകത്താദ്യമായി സ്ഥാപിക്കപ്പെട്ട ആ ഭവനത്തിലെത്തി ഈ മഹത്തായ അഭിലാഷം പൂർത്തീകരിക്കുക എന്നുള്ളത് ഒരു വലിയ തൗഫീഖിൻ്റെ ഭാഗമാണ്. ഈ വർഷം പോകാൻ ഒരുങ്ങിയിട്ടുള്ളവർക്കും ഇനിയും ബാക്കിയുള്ളവർക്കുമെല്ലാം ഏറ്റവും നല്ല രൂപത്തിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ അഭിലാഷം പൂർത്തീകരിക്കാൻ പടച്ച റബ്ബ് പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഞാൻ തുടക്കത്തിൽ ഒരു ആയത്തിൻ്റെ ഒരു കഷ്ടം മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 196-ാമത്തെ ആയത്താണ്. സൽമ ടീച്ചർ ആയത്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിൽ ഹജ്ജ് നിർവഹിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ആദ്യത്തെ ആയത്ത് അത് തന്നെയാണ്. എന്നാൽ ഹജ്ജും ഉംറയും നിങ്ങൾ നിർവഹിക്കുക, അത് ആ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊക്കെ പറയുന്നതിന് പകരം ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കണം. ഹജ്ജും ഉംറയും നിങ്ങൾ പൂർണ്ണമായി നിർവഹിക്കണം. ആ ആഹ്വാനത്തിൽ തന്നെ ചില ആശങ്കകളുണ്ട്. ഒരുപക്ഷെ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് പ്രവാചക തിരുമേനിയിൽ നിന്ന് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നേരിട്ട് സ്വീകരിച്ച് പ്രാവർത്തികമാക്കുന്ന കാലത്ത് ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത
പിൽക്കാലത്ത് വലിയ സാധ്യതയുള്ളൊരു വിഷയമാണ് പറഞ്ഞു വെച്ചത്. എന്ന് പറഞ്ഞാൽ ഹജ്ജിനും ഉംറക്കും പോയിട്ട് ആ കർമ്മങ്ങൾ ശരിയാം വിധം നിർവഹിക്കാതെ പൂർത്തീകരിക്കാതെ എന്നാൽ തങ്ങളുടെ ഹജ്ജ് പൂർണ്ണമായിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ തിരിച്ചു പോരുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ഉണ്ട് എന്നുള്ളതാണ്. അതുണ്ടാകുമെന്ന് പഠിച്ച റബ്ബിന് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം നമസ്കാരത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കില്ല. കാരണം എന്താ, പൊതുവെ നമസ്കരിക്കുന്ന ആളുകൾ അതിൽ കുറവൊന്നും വരുത്താറില്ല. സുബഹി നമസ്കാരം ഏത് സാഹചര്യത്തിലാണെങ്കിലും 2 റക്അത്തിന് നമസ്കരിക്കും. യാത്രക്കാരും രോഗികളൊന്നും അല്ലെങ്കിൽ ദുഹൂറും അസ്റും ഒക്കെ 4 റക്അത്തിന് നമസ്കരിക്കും. അതുപോലെ മഗ്‌രിബ് ഇശാ ഒക്കെ തന്നെ എവിടെയും കാര്യമായിട്ട് കുറവൊന്നും വരുത്തില്ല. എന്നാൽ ഹജ്ജ് ഉംറ കർമ്മങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പല വിധത്തിലുള്ള കുറവുകളും വരുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമുക്കൊക്കെ ഓരോ യാത്രയിലും വളരെ സങ്കടകരമായി തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം പ്രൈവറ്റ് ഗ്രൂപ്പിലൊക്കെ പോകുമ്പോൾ 6 ലക്ഷം 7 ലക്ഷം 8 ലക്ഷം ചിലപ്പോൾ 15 ലക്ഷമൊക്കെ കൊടുത്തിട്ട് പോകുന്ന ആൾക്കാർ, ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട്, വലിയ അധ്വാനമുണ്ട്, സമയമെടുക്കണം. അങ്ങനെ പലതും മാറ്റിവെച്ച് ഒരു വേള പ്രയാസങ്ങളൊക്കെ സഹിച്ചു വരുന്നവർ, ഈ ആളുകളുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ അല്ലെങ്കിൽ ഉംറയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. എങ്കിലും ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഒന്ന് റുക്കനുകളാണ്, മറ്റൊന്ന് വാജിബാത്തുകളാണ്. ഇതിൽ വാജിബാത്തുകൾ എന്ന് പറയുന്നത് പോലും ചെയ്യൽ നിർബന്ധമാണെന്ന് മാത്രമല്ല, ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രായശ്ചിത്തം കൊടുത്തുകൊണ്ട് പരിഹരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരെ കുറവ് വരുത്തുകയും പൂർത്തീകരിക്കാതെ തിരിച്ചു വരികയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ അത് നിസ്സാരമായൊരു വിഷയമല്ല, കുറച്ച് ഗൗരവത്തിൽ കാണേണ്ട കാര്യം തന്നെയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർവഹിച്ച ഹജ്ജിൽ 3 4 തവണ മാത്രം നിർവഹിച്ചിരിക്കുന്ന ഉംറയിൽ തങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന സ്വഹാബികളോട് ഒരേ ഒരു കാര്യം ആവർത്തിച്ച് ആഹ്വാനം ചെയ്തത്? ഖുദു അന്നി മനാസിക്കക്കും, ഖുദു അന്നി മനാസിക്കക്കും. ഇത് പറയാത്ത ഒരു സന്ദർഭമില്ല. നിങ്ങൾ എന്നിൽ നിന്ന് നിങ്ങളുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഉംറയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ സ്വീകരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പ്രവാചകരിൽ നിന്നല്ലാതെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ സ്വീകരിച്ചവരും സ്വീകരിക്കാൻ അവസരമുള്ളവരും അക്കാലത്തുണ്ട്. കാരണം ഹജ്ജ് കർമ്മം ആരംഭിക്കുന്നത് റസൂലിന്റെ കാലത്തല്ലല്ലോ. ഇബ്രാഹിം നബിയിലൂടെയാണ് അള്ളാഹു ആ വിളി നടപ്പിലാക്കിയത്. ഏതാണ്ട് ആ കാലം മുതൽ തന്നെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നുണ്ട്, തവാഫും സഅയും ഒക്കെ ഉണ്ട്. എന്നാൽ കാലക്രമത്തിൽ ഇസ്ലാമികമായ വിശ്വാസ ആദർശ ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ള പാകപ്പിഴവുകൾ, പോരായ്മകൾ, വ്യതിചലനങ്ങൾ, വ്യതിയാനങ്ങൾ അത് ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി വരുന്ന കാലത്ത് അവിടെയുള്ള ഹജ്ജ് അബൂജാഹിലും അബൂലഹബും ഉത്ബത്തും ഷൈബത്തും ഒക്കെ ചെയ്തിരിക്കുന്ന ഹജ്ജ്, ആ ഹജ്ജിൻ്റെ പ്രത്യേകത എന്താ? ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് അതിൻ്റെ തൽബിയത്ത് മുതൽ തുടങ്ങും. നമുക്കറിയാം, നമ്മൾ സാധാരണ ചൊല്ലുന്ന തൽബിയത്ത് എന്താ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇത് നമ്മൾ ചൊല്ലുന്ന തൽബിയത്ത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൽബിയത്താണ്. എന്നാൽ ഈ പഠിപ്പിച്ച തൽബിയത്തിന്റെ ആദ്യ ഭാഗം മുശ്രിക്കുകളും ചൊല്ലിയിരുന്നതാണ്. അബൂജഹൽ അടക്കം ചൊല്ലിയാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഇത്രയും അവർ ചൊല്ലിയിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ പാട്ട് മുഹമ്മദ് നബി പ്രത്യേകം പഠിപ്പിച്ചതാണ്. എന്താ പഠിപ്പിക്കാൻ കാരണം? രണ്ടാമത്തെ പാട്ട് അങ്ങനെ ആയിരുന്നില്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്ന ആ ഭാഗമായിരുന്നില്ല. മറിച്ച് അവരെന്താ ചൊല്ലിയത്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമമലക. നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ല ഞങ്ങൾ പറയുമ്പോൾ തന്നെ
അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിന്നെപ്പോലെ പരാശ്രയമുക്തനായ എല്ലാം സ്വയം നിർവഹിക്കാൻ കഴിയുന്ന മറ്റൊരു ആരാധ്യനില്ല എന്നേ അതിനർത്ഥമുള്ളൂ. എന്നാൽ നീ കൊടുത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് കഴിവുകൾ കൊണ്ടൊക്കെ ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്ന പോലെ ആൾക്കാർ നിനക്കുണ്ട്. ഇല്ലാ ശരീക്കൻ, ഒരു പ്രത്യേകതരം പങ്കുകാർ നിനക്കുണ്ട്. ഹുവലക്ക, ആ പങ്കുകാർക്ക് നിന്റെ ആൾക്കാർ തന്നെയാണ്. തംലിക്കുഹു, അവരെ നിങ്ങൾ അധീനപ്പെടുത്തിയിരിക്കുന്നു, നീ അധീനപ്പെടുത്തിയിരിക്കുന്നു. വമ്മാമലക്ക, അവരുടെ കയ്യിൽ വല്ലതുണ്ടെങ്കിൽ അതും നീ അധീനപ്പെടുത്തിയതാണ്. നീ കൊടുത്ത കഴിവ് കൊണ്ട്, നീ നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട്, അധികാരങ്ങൾ കൊണ്ടൊക്കെ ഞങ്ങളെ സഹായിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കുവാനും ഒക്കെ കഴിവുള്ള ചില പങ്കുകാരൊക്കെ നിനക്കുണ്ട്. ഇതാണ് ഹജ്ജ് വേളയിൽ അവർ ചൊല്ലിയിരുന്ന തൽബിയത്ത്. അപ്പൊ റസൂൽ എന്തുകൊണ്ടാ ഖുദു അന്നി മനാസിക്കക്കും എന്ന് പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. എന്താണ് പറഞ്ഞത്? അല്ലെങ്കിൽ സ്വാഭാവികമായി തുടക്കം മുതൽ തന്നെ പഴക്കും. പകരം റസൂലിന്റെ തൽബിയത്ത് അടക്കം ആവശ്യമായ മാറ്റങ്ങളൊക്കെ കാണിച്ചു. എന്നിട്ട് ഓരോ കർമ്മങ്ങളും നിർവഹിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആവർത്തിച്ച് ഇവർ ഉപദേശിക്കുന്ന കാര്യം തന്നെയാണ്, നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക. അത് ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട എല്ലാ സമീപനങ്ങളിലുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 പ്രാവശ്യമാണ് ഉംറ യാത്ര നിർവഹിച്ചത് ഉംറക്ക് വേണ്ടി. പക്ഷേ 3 പ്രാവശ്യമേ ഉംറ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കാരണം അറിയാലോ, ഒരു യാത്രയിൽ മുശ്രിക്കുകൾ തടഞ്ഞു, ഹുദൈബിയ സന്ധി ഉണ്ടായി, തിരിച്ചു പോന്നു. ബാക്കിയുള്ള 3 യാത്രകളിൽ പ്രവാചകത്തിന് വേണ്ടി ഉംറ നിർവഹിച്ചു. അന്നത്തെ യാത്രയുടെ അവസ്ഥ എന്താ? മദീനയിൽ നിന്ന് മക്കയിലേക്ക് നടന്നും ഒട്ടകപ്പുറത്ത് കയറിയും ആഴ്ചകളോളം സഞ്ചരിച്ചു വേണം എത്താൻ. എന്നിട്ടും പ്രവാചക തിരുമേനി ആ യാത്രയിൽ നിർവഹിച്ചത് ഒരേ ഒരു ഉംറ മാത്രമാണ്. രണ്ടാമത്തെ ഉംറക്ക് വേണ്ടിയിട്ട് ഇവിടെ അടുത്തെവിടെയെങ്കിലും വേറെ ഒരു മീഖാത്ത് ലഭിക്കുമോ എന്ന് അന്വേഷിച്ചിട്ടില്ല. മനസ്സിലായല്ലോ? അപ്പൊ അവിടെ പോലെ നമുക്ക് നമ്മുടെ സമീപനത്തിന്റെ ഒരു ഭാഗമുണ്ട്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമാണ് ഹജ്ജ് ചെയ്തത്. ഇതിന്റെ അർത്ഥം ഒരിക്കലും മാത്രമേ ഹജ്ജ് ചെയ്യാവുന്നല്ല. റസൂലിന്റെ ഹദീസ് തന്നെ ധാരാളമുണ്ട്. വർഷാവർഷങ്ങളിൽ സാധ്യമാകുന്ന ആളുകൾ ഹജ്ജ് ചെയ്യാൻ റസൂൽ നിർദ്ദേശിക്കുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളായി പറയുന്നിടത്ത് ഒന്ന് ഈമാനും, മറ്റൊന്ന് ജിഹാദും, മറ്റൊന്ന് ഹജ്ജുമാണ് എണ്ണിയത്. ആയിഷ റളിയല്ലാഹുവിന്റെ പ്രവാചകരോട് ജിഹാദിൽ പങ്കെടുക്കാൻ, യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ ചില സമയങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിലും പൊതുവിൽ റസൂൽ പറഞ്ഞ എന്താ? സ്ത്രീകളുടെ ഏറ്റവും വലിയ ജിഹാദ് ഹജ്ജാണ് എന്ന്. അത്രയും പ്രാധാന്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, എങ്കിലും റസൂലുള്ളാഹിക്ക് ജീവിതത്തിൽ ഒരൊറ്റ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയുള്ള യാത്ര നടത്തി ഹജ്ജ് നിർവഹിച്ചു. ആ ഹജ്ജിനും റസൂലുള്ളാഹി ആവർത്തിച്ച് പറഞ്ഞ എന്താ? ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. നമ്മളിവിടെ നേരത്തെ പറഞ്ഞല്ലോ, അൽമനാർക്ക് ചെയ്യുന്ന സേവനം എന്താ? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എങ്ങനെ നിർവഹിച്ചു അത് അതുപോലെ നിർവഹിക്കാം, അതിന് അവസരം ഉണ്ടാക്കാം. അതിൽ യാതൊരു ഏറ്റക്കുറവുമില്ലാതെ, നമ്മുടെ വക ഒന്നും ചേർക്കേണ്ടതില്ല, നമ്മുടെ വക ഒന്നും വെട്ടിക്കുറക്കേണ്ടതില്ല. ഇപ്പൊ കഴിഞ്ഞ 2 വർഷത്തെ ഹജ്ജിലും എനിക്ക് തന്നെ നേരിട്ട് കാണാൻ പറ്റിയിരിക്കുന്ന ഒരു പുതിയ കാര്യമുണ്ട്. സങ്കടമാണ്. എന്താ അറിയോ, ചില വിഷയങ്ങൾ ആൾക്കാർ അതിൻ്റെ അങ്ങേയറ്റം വരെ പോകും. ഈ പുരുഷന്മാർ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തലമറക്കാൻ പാടില്ല, അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ തലമറക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത് വന്നിരിക്കും ചില അബദ്ധങ്ങൾ. എന്താ? ചില ആളുകൾ, ഇപ്പൊ ഈ ഇറാൻ എന്നൊക്കെ വരുന്ന ചില ടീം, എല്ലാവരും നല്ല ചില ടീം, അവരവിടെ നിന്ന് തന്നെ ബസ്സിലൊക്കെ വരും. മീക്കാത്തിലെത്തി ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ബസ്സിന്റെ റൂഫ് എടുത്ത് ഒഴിവാക്കും, ടോപ്പ് ഒഴിവാക്കുക. എന്നിട്ട് തുറന്ന ബസ്സിലാണ് പിന്നെ യാത്ര. എന്താ കാരണം? ബസ്സിന് മേലെ റൂഫ് ഉണ്ടായാൽ, ടോപ്പ് ഉണ്ടായാൽ എന്താവും? തല മറയും. ആ തല മറയുന്നതല്ലേ, കാരണം അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോ. അവര് മിനായിൽ വന്ന ടെന്റിൽ കയറൂല. മിനായിലൊക്കെ ടെന്റുകളല്ലേ, ആ ടെന്റിന്റെ അകത്ത് കയറുക. എന്താ? തല മറയും. അങ്ങനെ വെയിലും കൊണ്ട് നടക്കുന്ന ഒരു ടീമിനെ കാണാൻ പറ്റും. അപ്പൊ അത് ഇതിന്റെ ഒരു ഏരിയ ഞാൻ പറഞ്ഞത്. അങ്ങനെ വല്ലാതെ അങ്ങോട്ട് അതിരി കവിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്.
എന്നാൽ ഇങ്ങനെയുള്ള നിയമങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇപ്പോ സ്ത്രീകൾക്ക് ഇഹ്റാമിന് പ്രത്യേകമായി വസ്ത്രം നിർദ്ദേശിച്ചിട്ടില്ലെങ്കിലും നിയമങ്ങൾ അവർക്കുണ്ടല്ലോ. അതിലൊരു നിയമമാണെന്ത്? അവർ മുഖം മറക്കാൻ പാടില്ല ഇഹ്റാമിലായിരിക്കുമ്പോൾ. അതുപോലെ മുൻകൈ മറക്കാൻ പാടില്ല. എന്നാൽ ഈ കഴിഞ്ഞ 2 ഹജ്ജിലും എനിക്ക് തന്നെ നേരിട്ട് കാണാൻ പറ്റി. ഒരുപാട് സഹോദരിമാർ മുഖം മറച്ച രൂപത്തിൽ കണ്ടു. അറഫയിലൊക്കെ പ്രത്യേകം മനസ്സിലാവും. കാരണം അറഫ ഇഹ്റാമിലാണല്ലോ. മിനായിലും അറഫയിലും മുസ്ദലിഫയിലും ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഇഹ്റാമിലായിരിക്കെ തന്നെ മുഖം മറച്ചിരിക്കുന്ന സഹോദരിമാർ. നമുക്ക് ആദ്യത്തെ ഞാൻ കണ്ടപ്പോൾ ഇത് വളണ്ടിയേഴ്സ് ഒക്കെ ആവുന്ന കരുതി. മിനായിലൊക്കെ വളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഹജ്ജിലാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വിചാരിക്കാം. പക്ഷെ കഴിഞ്ഞ വർഷത്തെ അവസ്ഥ തരുമോ? ഹജ്ജിന്റെ വിസയുള്ള അല്ലെങ്കിൽ ഹജ്ജിന്റെ പെർമിഷനുള്ള നുസുക്ക് കാർഡുള്ള അല്ലാത്ത ഒരൊറ്റ മനുഷ്യനെ അങ്ങോട്ട് പറ്റില്ല. അവരിത്രയും കൂടി പറഞ്ഞു, തമാശക്കാണെങ്കിൽ പോലും ഇവിടുത്തെ രാജാവിന് മിനയ്ക്ക് വരണമെങ്കിൽ നുസ്ക് കാർഡ് വേണം. ആ നുസ്ക് കാർഡ് ഹാജിമാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അവിടെയുള്ള ആൾക്കാർ ആരായിരിക്കും? ഹാജിമാരാണ്. ആ ഹാജിമാരാണ് എന്ത് ചെയ്തത്? മുഖം മറച്ചിട്ടുണ്ട്. പക്ഷെ മറക്കുന്നതിൽ അവർ ചെറിയൊരു തട്ടിപ്പൊന്ന് തരികട എന്നൊക്കെ പറയാവുന്ന കാര്യം ചെയ്തിട്ടുണ്ട്. എന്താ അറിയോ? ഒരു തൊപ്പി ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തൊപ്പി ധരിച്ചിട്ടുണ്ട്. ആ തൊപ്പിയുടെ അറ്റത്ത് നിന്നാണ് ഈ നിക്കാബ് താവട്ടിറക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ശീലകഷ്ണം മുഖത്ത് തട്ടില്ല, പക്ഷെ മുഖം മറയോ? കൃത്യമായിട്ട് മറയും. ബനു ഇസ്രായേൽ സമൂഹത്തെ അള്ളാഹു കൊരങ്ങന്മാരാക്കി മാറ്റി നിന്ദിച്ചല്ലോ. എന്തായിരുന്നു കാരണം? അള്ളാഹു നിർദ്ദേശം എന്തായിരുന്നു? ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല. ഒരു മീൻ പിടിച്ചോ? ആരും മീൻ പിടിച്ചിട്ടില്ല. ശനിയാഴ്ച ആരും മീൻ പിടിച്ചിട്ടില്ല. മീൻ പിടിക്കരുതെന്ന് പറഞ്ഞു, മീൻ പിടിച്ചിട്ടില്ല. പക്ഷെ എന്നിട്ടും അവരോട് നിങ്ങൾ കൊരങ്ങന്മാരാവുക എന്ന് എന്തുകൊണ്ടാ പറഞ്ഞു? അല്ലെങ്കിൽ അവരെ നിന്ദ്യരാക്കി എന്തുകൊണ്ടാ? അന്ന് മീൻ പിടിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്തു? അന്ന് അവരുടെ ജലാശയങ്ങളിൽ ധാരാളമായി മത്സ്യങ്ങളെ കണ്ടപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഏരിയയിലേക്ക് തിരിച്ചുവിട്ട് അവിടെ തടഞ്ഞു വെച്ചു. എന്നിട്ട് അടുത്ത ദിവസം ആ മീനൊക്കെ പിടിച്ചു തിന്നു. അപ്പൊ അള്ളാഹുവിന്റെ നിർദ്ദേശം പാലിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള കബളിപ്പിക്കലാണ് അവരെ അള്ളാഹു തന്നെ ശപിക്കുവാനും നിന്ദിക്കുവാനും കാരണമായിരിയെങ്കിൽ സമാനമായ മറ്റൊരു കാര്യമാണ് ഞാനിപ്പോൾ ഈ സൂചിപ്പിച്ചത്. മുഖം മറക്കരുത് ഇഹ്റാമിലായിരിക്കുമെന്ന് റസൂൽ പഠിപ്പിച്ചാണ്. ആ പഠിപ്പിച്ചതിനെ മറികടക്കാൻ വേണ്ടി പുതിയ മാർഗങ്ങൾ തേടുക. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. കൂട്ടിച്ചേർക്കുന്നത്, വെട്ടിച്ചുരുക്കുന്നൊക്കെ. ഇനി വെട്ടിച്ചുരുക്കുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ 1-2 ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താ അറിയോ? മുടിയെടുക്കുന്ന കാര്യത്തിലാണ്. ഇപ്പോൾ ഹജ്ജിലും ഉംറയിലും വാജിബായ കർമ്മമാണെന്ന് മുടിയെടുക്കൽ. ഹജ്ജിലും ഉംറയിലും വാജിബാണ്. ഈ വാജിബായ കർമ്മങ്ങൾ സ്വാഭാവികമായും അത് ചെയ്യണം. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് വേണം? അതിന് പ്രായശ്ചിത്തം ചെയ്യണം. ഒരാടിനെ ബലിയർത്തുകൊണ്ട് മറ്റൊക്കെ പ്രായശ്ചിത്തം ചെയ്യണം. അപ്പം അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഈ മുടിയെടുക്കുന്ന കാര്യത്തിൽ സ്ത്രീകൾ എന്ത് ചെയ്യണം? ഒരു പേരിന് മാത്രമേ മുടിയെടുക്കേണ്ടുള്ളൂ. മനസ്സിലായല്ലോ? ഒരു പ്രതീകാത്മകമായി ചെയ്താൽ മതി. മൊത്തം മുടി കൂട്ടി പിടിച്ചിട്ട് ഈ അവസാന അറ്റത്ത് ഇത്ര വലുപ്പത്തിൽ വെട്ടിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. പുരുഷന്മാര് തല ശരിക്ക് മൊട്ടയടിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഖുർആനിൽ അങ്ങനെ തന്നെ പറഞ്ഞു. ഇനി അങ്ങനെ തല മുണ്ടനം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ശാരീരിക പ്രശ്നമൊക്കെ ഉണ്ടാവാൻ ചിലർക്ക് ഉണ്ടാവുമല്ലോ. ആരോഗ്യ പ്രശ്നങ്ങൾ, അലർജി ഒക്കെ ഉണ്ടാവാൻ അപൂർവ ചില ആളുകൾ. അങ്ങനെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? മുടി വെട്ടിയാൽ മതി. പക്ഷെ വെട്ടുമ്പോൾ എങ്ങനെ വെട്ടണം? ശരിക്കും താഴ്ത്തി വെട്ടണം. നന്നായിട്ട് താഴ്ത്തി, സാധാരണ പോലെ നന്നായിട്ട് വെട്ടണം. എന്നാൽ അതിന് പകരം എന്ത് ചെയ്യും? സ്വന്തം തന്നെ കത്രിക എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ കൈ കൊടുത്തിട്ടോ ഈ തലയുടെ 2-3 ഭാഗത്ത് നിന്ന് 2-3 മുടി വെട്ടിയിടും. ഇവിടുന്ന് 2 വെട്ടിയിടുക, ഇവിടുന്ന് 2 വെട്ടിയിടുക. അതുപോലെ ഇവിടുന്ന് അങ്ങനെ 2-3 സ്ഥലത്ത് നിന്ന് ഒരു 3-4 മുടി അങ്ങ് വെട്ടിയിടും. ആ വെട്ടിയിടുന്നതോടുകൂടി അവരുടെ വിശ്വാസപ്രകാരം അവർ ഉംറയുടെ ഹജ്ജിന്റെ കർമ്മമായിരിക്കുന്ന മുടിയെടുക്കുക എന്ന വാജിബ് ചെയ്തു എന്നാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ ആ കർമ്മം നിർവഹിച്ചോ? ഇല്ല.
നമ്മൾ തന്നെ സംഭവിക്കില്ലല്ലോ. നമ്മളിപ്പം മക്കളോടൊക്കെ മുടി വെട്ടി വരാൻ പറഞ്ഞാല്, ക്യാഷൊക്കെ കൊടുത്ത് വിട്ടാല്, അവരാ ക്യാഷ് കൊണ്ട് അവിടെ പോയിട്ട് വല്ല ഐസ്ക്രീമൊക്കെ കഴിച്ചു പോന്നു. പോരുമ്പോൾ എന്ത് ചെയ്തു? 4 മുടി ഇവിടെ നിന്നൊക്കെ പറിച്ചിട്ടു. എന്നാൽ നമ്മൾ സംഭവിക്കോ? എങ്കിൽ ഈ പണി നമ്മളോട് പറഞ്ഞ പടച്ചവനും പ്രവാചകനുമാണ്. ആകെ ഈ മൊട്ടടിക്കുന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ തന്നെ അപൂർവ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ഒരു സുന്നത്തായോ ഫറലായോ അല്ലെങ്കിൽ വാജിബായോ പഠിപ്പിച്ചിട്ടുള്ളൂ. അതൊന്ന് ജനിക്കുന്ന സമയത്ത് അല്ലേ, ഹക്കീക്കയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. മറ്റൊന്നാണ് ഹജ്ജ് ഉംറ വേളകളിലായി മുടിയെടുക്കൽ. അപ്പോൾ പോലും അവിടെ വരെ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇവരുടെ കർമ്മങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാറുന്നത്. ഹജ്ജിലേക്ക് വരുമ്പോൾ ഇതൊന്നുകൂടി നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും, ഒന്നുകൂടി പ്രകടമായി കാണാൻ കഴിയും. അത് മുടിയെടുക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണെന്ത്? ബലിയറക്കുക. 3 തരം ഹജ്ജുകളുണ്ട്. അതിൽ ഒരു ഐറ്റം ഹജ്ജിന് മാത്രമാണ് ബലി ഇല്ലാത്തത്, ബലി ആവശ്യമില്ലാത്തത്. പക്ഷെ ആ ഹജ്ജ് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നാടുകളിൽ നിന്ന് പോകുന്ന ഒരാൾക്കും നിർവഹിക്കാൻ പറ്റില്ല. അത് ഇഫ്രാദായ ഹജ്ജാണ്. എന്നാൽ ഹജ്ജിന്റെ സമയമാകുമ്പോൾ നേരിട്ട് മീക്കാത്തിൽ പോയി ഇഹ്റാം ചെയ്ത് നേരെ ഹജ്ജ് മാത്രം നിർവഹിക്കാൻ പോയിട്ട് ഹജ്ജ് മാത്രം നിർവഹിക്കുക, വേറൊന്നുമില്ല. ഇഫ്രാദായ ഹജ്ജ്, അതിന് വേറെ കുറേ നിബന്ധനകളുണ്ട്. അപ്പോൾ ആ ഒരു ഹജ്ജ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന മുഴുവൻ ആളുകൾ ഹജ്ജ് തുടങ്ങുന്നതിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ച മുമ്പെങ്കിലും മക്കയിലെത്തുന്നവരാണ്. മനസ്സിലാലോ? ഒരാഴ്ച മുമ്പെങ്കിലും മക്കയിലെത്തും. അങ്ങനെ ഹജ്ജ് എന്നിട്ട് അവിടെ വന്ന് ഉംറ നിർവഹിച്ച് ബാക്കിയുള്ള ദിവസം അവിടെ വിശ്രമിച്ച് പിന്നെ ഹജ്ജിന്റെ സമയത്ത് ഹജ്ജിന് വേണ്ടി പ്രത്യേകം ഇഹ്റാം ചെയ്ത് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ ചെയ്യുന്നത്. ഇതിനാണ് തമത്തുവായ ഹജ്ജ് എന്ന് പറയാം. ഞാനിവിടെ തുടക്കത്തിൽ ഓതി വെച്ചിരിക്കുന്ന ആയത്തിൽ തന്നെ പറഞ്ഞ എന്താ? ഫമൻ തമത്താ ബിൽ ഹജ്ജ് ബിൽ ഉംറതി ഇലൽ ഹജ്ജ് ഫമസ്തൈസറ മിനൽ ഹദി. ഹജ്ജ് മാസങ്ങളിൽ മക്കയിൽ വന്ന് ഉംറ നിർവഹിച്ച് കുറച്ചു കാലം സുഖജീവിതം നയിച്ച് എന്നിട്ട് ഹജ്ജ് നിർവഹിക്കുന്നുവെങ്കിൽ അവരെന്ത് ചെയ്യണം? സാധ്യമാകുന്ന ഒരു ബലിമൃഗത്തെ അറക്കണം. ഖുർആന്റെ നിർദ്ദേശമാണത്. സാധ്യമാകുന്ന ഒരു ബലിമൃഗത്തെ അറക്കണം. ഈ ബലിക്കുള്ള പേര് ഖുർആൻ തന്നെ കൊടുത്ത ഹദി എന്നാണ്, ഫിദിയ എന്നല്ല. ഫിദിയ പറയാൻ, ഫിദിയ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും വാജിബാത്തുകളൊക്കെ നഷ്ടപ്പെട്ടാൽ അത് പരിഹരിക്കാൻ വേണ്ടി നിർവഹിക്കുന്ന അറവാണത്. ആ അറവിന്റെ പ്രത്യേകത, ആ അറക്കുന്ന ആളെ ഇതൊന്നും കഴിക്കാൻ പാടില്ല. അതെന്ത് ചെയ്യണം? കംപ്ലീറ്റ് പുറത്തു കൊടുത്തോളാം. എന്നാൽ ഹദി അങ്ങനെയല്ല. ഹദിയിൽ ആദ്യം കഴിക്കേണ്ടത് നമ്മൾ തന്നെയാണ്, കഴിയുമെങ്കിൽ. പിന്നെ ബാക്കിയാണ് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത്. അപ്പോ അങ്ങനെയുള്ള ഹദി എന്ന് പേരിട്ട് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്ന ഈ ബലികർമ്മം വേണ്ട എന്ന് വിചാരിക്കുകയോ വേണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുകയോ അങ്ങനെ തങ്ങളുടെ ഹജ്ജ് പൂർണ്ണമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയോ ചെയ്യുന്നവരാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ. അപ്പോൾ നമ്മൾ സംശയം ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവുമോ? ഉണ്ടാവും. അതിനെന്താ? ഒന്നുകിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന അറിവ് തെറ്റായ അറിവാണ്, മനസ്സിലായല്ലോ, അല്ലെങ്കിൽ എന്തോ ധാരണ പിശകുകളാണ്. എന്താണെങ്കിലും അതിന്റെ ഫലം ഇതാണ് അവസ്ഥ. ഞാൻ പലപ്പോഴും അങ്ങനെ ബലിയിറക്കാതെ നിൽക്കുന്ന ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞെന്താ അറിയോ? ഹജ്ജിലെ ബലി എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വേണ്ടി നമ്മൾ ഇഹ്റാം ചെയ്യുന്നത് മീക്കാത്തിൽ പോയിട്ടല്ലല്ലോ. നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗിൽ നിന്ന് റൂമിൽ തന്നെയല്ലേ നമ്മൾ ഈ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ മീക്കാത്തിൽ പോയി ഇഹ്റാം ചെയ്യാതെ റൂമിൽ തന്നെ ഇഹ്റാം ചെയ്യുന്നത് കൊണ്ട് അതിനുള്ള പ്രായശ്ചിത്തമായിട്ടാണ് ഈ ബലി എന്നാണ് പല സാധുക്കളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു നല്ല മീക്കാത്തിൽ പോയി ഇഹ്റാം ചെയ്യാൻ പറ്റുകയാണെങ്കിലോ ബലിയുടെ ആവശ്യമില്ല. അപ്പൊ അത്തരം ആളുകളോട് ഞാൻ ചോദിക്കാറുണ്ട്, അല്ല സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂല് കൂടെ സ്വഹാബികളും ഹജ്ജിന് വേണ്ടി തന്നെ ഹജ്ജും ഉംറയും ഒരുമിച്ച് നിർവഹിക്കുന്ന ഖിറാന ഹജ്ജാവ് ചെയ്തത്. ആ ഹജ്ജിന് വേണ്ടി തന്നെ ഇഹ്റാം ചെയ്തത് മദീനയിൽ നിന്ന് വരുമ്പോഴുള്ള മീക്കാത്ത് ദുൽ ഹുലൈഫ എന്ന് പറയുന്ന അല്ലെങ്കിൽ അബയാർ അലി എന്ന് പറയുന്ന മീക്കാത്തിൽ വെച്ചാണ് ഇഹ്റാം ചെയ്തത്. എന്നിട്ട് അവർ വന്നിട്ട് ഹജ്ജ് ചെയ്യുമ്പോൾ ബലി ഒഴിവാക്കിയോ?
ഒഴിവാക്കിയോ? ഇല്ല. എന്ന് മാത്രമല്ല, ആ മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്ക വരെ യാത്ര ചെയ്യുമ്പോൾ കൂടെ അവർക്ക് ബലിയിറക്കാനുള്ള മൃഗങ്ങളുണ്ടായിരുന്നു, ഒട്ടകങ്ങളും ആടുകളും. റസൂലുള്ള ആ ഹജ്ജില് അറുത്തത് 100 ഒട്ടകത്തെയാണ്. ഒനീമത്ത് ഊപ്പിലൊക്കെ കിട്ടിയതായിരിക്കും, എങ്കിലും 100 ഒട്ടകത്തിന് അറുത്ത്. മനസ്സിലായല്ലോ? അപ്പോ ഇത് ഞാൻ ചോദിക്കുമ്പോൾ സ്വാഭാവികമായ ആൾക്ക് സംശയം ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? അവരുടെ അമീർമാരോടോ ഉസ്താദ്മാരോടോ ചോദിക്കും, അല്ല റസൂലുള്ള ഒറിജിനൽ മീക്കാത്താണ് ഇഹ്റാം ചെയ്തത് എന്നും എന്നിട്ടും ബലി അറുത്തിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്താ അതിന്റെ അവസ്ഥ? അപ്പോ അമീർമാരുടെ ഉസ്താദ്മാരൊക്കെ മറുപടി എന്താ പറയുക? ഇത് ഹജ്ജാണ്, ഹജ്ജിൽ യാതൊരു തർക്കവും പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേട്ട് അങ്ങനെ ചെയ്താൽ മതി, മറു ചോദ്യങ്ങളോ സംശയങ്ങളോ ഒന്നും അങ്ങനത്തെ വരും പാടില്ല. ഹജ്ജിൽ തർക്കം പാടില്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്, ജിദാൽ പാടില്ല. ആ ജിദാലല്ല ഇത് എന്നുള്ളത് ചോദിച്ച ആൾക്കും അറിയാം, കേട്ട ആൾക്കും അറിയാം. പക്ഷെ എന്നാലും അങ്ങനെ ഞാൻ സൂചിപ്പിച്ചെന്തായാലും ഈ ബലി നിർവഹിക്കാതെ ഹജ്ജ് പൂർത്തീകരിക്കാമെന്ന് വിചാരിക്കുന്നവർ 1. 2, ബലി നിർവഹിക്കുന്നവരിൽ തന്നെ വലിയൊരു ശതമാനം ആളുകൾ അതിന്റെ സമയമാകുന്ന മുമ്പേ നിർവഹിക്കാം. അപ്പൊ ഇന്ന് രാത്രി ഞാൻ വൈകിയ വീട്ടിലെത്തുള്ളൂ, എന്തായാലും ഒന്ന് കിടക്കാനാകുമ്പോഴേക്ക് 2 മണി 3 മണിയൊക്കെ ആവും. അതുകൊണ്ട് സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇന്ന് രാത്രി തന്നെ സുബഹിസ്കരിച്ചേക്കാം. നാളത്തെ സുബഹി ഇന്ന് രാത്രി തന്നെ നിർവഹിക്കാൻ പറ്റുമോ? പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഇല്ല. എന്നാ പണി അവിടെ ചെയ്യുന്നത്? എപ്പോഴാണ് ബലി അറക്കേണ്ടത് എന്ന് പ്രവാചക തിരുമേനി കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. എപ്പോഴാ? ഓ ഹജ്ജിന്റെ ഓരോ ദിവസങ്ങളുടെ പേര് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 1-ാമത്തെ ദിവസം ദുൽഹജ്ജ് 8, യൗമു തർവിയ എന്നാണ് പേര്. അടുത്ത ദിവസം അറഫയിലേക്കും അതുപോലെ മുസ്ദലിഫയിലേക്കൊക്കെ വേണ്ട പിന്നെ സാധനങ്ങളൊക്കെ ഒരുക്കാനൊക്കെ ഉള്ള, അങ്ങനെ വെള്ളവും ഭക്ഷണമൊക്കെ റെഡിയാക്കാനുള്ള ഒരു ദിവസം യൗമു തർവിയ. 2-ാമത്തെ ദിവസം ദുൽഹജ്ജ് 9. എന്താ പേര് ഒന്ന് പറഞ്ഞേ? യൗമു അറഫ, അറഫാ ദിനം. എന്താ പേര് വരാൻ കാരണം? അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം മാത്രമല്ല, ഹജ്ജിന് ഒരു 4 റുക്കുനുകളേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ട റുക്കുന് കൂടിയാണിത്, അറഫയിൽ സംഗമിക്കുക എന്നുള്ളത്. അപ്പോൾ അറഫയിൽ സംഗമിക്കുന്ന ദിവസമായതുകൊണ്ട് ആ ദിവസത്തിന്റെ പേരെന്നെ യൗമു അറഫ എന്നാണ്. ഇനി 3-ാമത്തെ ദിവസം ദുൽഹജ്ജ് 10. അത് എന്തെല്ലാം കർമ്മങ്ങളുടെ വരും? ജംറയിൽ ആദ്യമായി എറിയുന്ന അന്നാണ്, ബലിയിറക്കുന്ന അന്നാണ്, മുടിയെടുക്കുന്ന അന്നാണ്, തവാഫും സഅയും ചെയ്യുന്ന അന്നാണ്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല കർമ്മങ്ങളുമുണ്ട്. അതിൽ തവാഫും സഅയും എന്താണ്? റുക്കനാണ്, വാജിബല്ല റുക്കനാണ്, ചെയ്തേ പറ്റൂ. അങ്ങനെയുള്ള ആ കർമ്മങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ ദിവസത്തിന്റെ പേര് യൗമു തവാഫ് എന്നാണോ? അല്ല. യൗമു സഅയ് എന്നാണോ? അതുമല്ല. പിന്നെന്താ കൊടുത്തത്? യൗമുൻ നഹർ, ബലിയുടെ ദിവസം, ബലി ദിനം. പേരെന്നങ്ങനെയാണ്. അപ്പോ എന്നിട്ട് റസൂൽ പറഞ്ഞു തന്നിട്ട് ഈ ദുൽഹജ്ജ് 10-ന് ആണ് ബലി ഇറക്കേണ്ടത്. എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 11-നോ 12-നോ 13-നോ ആവാം, കുഴപ്പമില്ല. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല, 10-ന്റെ ഇപ്പുറത്തേക്കും വരാൻ പാടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദുൽഹജ്ജ് 10 അല്ല, ദുൽഹജ്ജ് പിറക്കുന്ന മുമ്പ് തന്നെ അറക്കുക. ഇതും ഈ പ്രൈവറ്റ് ഗ്രൂപ്പുകളിലാണ് നമ്മൾ കൃത്യമായി കാണാറുള്ളത്. 50 പേരുള്ള ചെറിയ ഗ്രൂപ്പാണ്. ഇവിടുന്ന് ചെന്ന് ചിലപ്പോൾ ഹജ്ജ് തുടങ്ങുന്നതിൻ്റെ ഒരു മാസം മുമ്പ് നടത്തിയിട്ടുണ്ടാവും. ഉംറ നിർവഹിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ അറവ് തുടങ്ങും. ഓരോ ദിവസം ഈ 2 ആൾക്കാരുടെ അറവ്, 2 ഹജ്ജുമ്മമാരുടെ അറവ് ഇന്ന്, 2 ഹാജിമാരുടെ അറവ് നാളെ. നിങ്ങൾ എന്താ ചെയ്യാ? ആടിനെങ്ങനെ അറുത്തിട്ട് ഇത് അവനവനും കഴിക്കണം, പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയും വേണം. അപ്പൊ സൗകര്യം എന്താ? നമ്മുടെ അന്നത്തെ ഉച്ചഭക്ഷണം എന്താണ്? ഈ 2 ഹാജിമാരുടെ ആടിനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മട്ടൻ ബിരിയാണി. ഓക്കെ, എല്ലാവർക്കും ഇല്ലേ? അടുത്ത ദിവസം മട്ടൻ കുറുമ, അങ്ങനെ ഓരോ ഐറ്റംസ്. ഇപ്പൊ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് അങ്ങനെ 25 ദിവസം കൊണ്ട് 50 ആൾക്കാരുടെയും അറവ് കഴിഞ്ഞു. ഹജ്ജ് തുടങ്ങാൻ ഇനിയും 8-10 ദിവസം ബാക്കിയുണ്ട്. ഇങ്ങനെ നിർവഹിക്കുന്നവർ നമ്മൾ എപ്പോഴും പറയണം, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കടലിക്ക് പുറത്ത്.
ഇതൊക്കെ ഈ ഹജ്ജിൽ നമ്മൾ നേർക്കുനേരം, ഞാൻ വെറുതെ പറയുന്നത്, ഒരു 10-20 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. നേർക്കുനേരെ നമ്മളിങ്ങനെ കണ്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ അറവ് ഒന്നുകിൽ ഇങ്ങനെ അറക്കും, അല്ലെങ്കിൽ അറവ് നിർവഹിക്കാതിരിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് വരുമ്പോൾ തന്നെ, മദീനയിൽ നിന്ന് വിട്ട ഉടനെ കിട്ടുന്ന ദുൽഹുലൈഫയിൽ നിന്ന് എന്ത് ചെയ്യും? ഇഹ്റാമിൽ പ്രവേശിക്കും. ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കും. എന്നാലും മക്കത്ത് വന്ന് 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഹജ്ജിന്റെ സമയമാകുമ്പോൾ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കും. അതിൽ ഒഴിവാക്കാനാണെന്ത്? ഈ ബലി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാവും. എന്തുകൊണ്ടായിരിക്കും ഖുർആൻ വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ ഹജ്ജും ഉംറയും അല്ലാഹ്ക്ക് വേണ്ടി പൂർണ്ണമായി നിർവഹിക്കണം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് മനസ്സിലാവുണ്ടോ? ഇതാണ് നമ്മൾ സൂചിപ്പിക്കുന്ന കാര്യം. നമ്മൾ ഈ നബിചര്യ അനുസരിച്ച് ഹജ്ജും ഉംറയും ചെയ്യാന്ന് പറയുന്നത് എന്താ? ഇതൊക്കെ തന്നെയാണ്. എങ്ങനെയും പോയിട്ട് നമ്മൾ ഈ ഏതെങ്കിലും രൂപത്തിൽ ഈ കർമ്മങ്ങൾ നിർവഹിച്ചു പോരാൻ കഴിയില്ല. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പോ ഞാൻ ഇതിന് ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഹജ്ജിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഹജ്ജിന്റെ സ്വീകാര്യത തന്നെ. ഹജ്ജ് സ്വീകരിക്കപ്പെടണമെങ്കിൽ, ഇവിടെ നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ, പിന്നെ ഹജ്ജ് ഉംറ പിന്നെ മഖ്ബൂലും മബ്റൂറുമാവുക എന്നുള്ള വിഷയം. യഥാർത്ഥത്തിൽ ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും അത് മഖ്ബൂലും മബ്റൂറും ഒക്കെ ആവുന്നത് ഈ കർമ്മം നിർവഹിച്ച് കഴിയുന്നതോടുകൂടിയാണോ? ഹജ്ജ് നിർവഹിച്ച് കഴിയുന്നതോടുകൂടിയാണോ ഹജ്ജ് മഖ്ബൂലും മബ്റൂറും ആവുന്നത്? എന്താ ഇതിൽ ഹജ്ജ് ചെയ്ത് കുറവാക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എപ്പോഴാണിത് മഖ്ബൂലും മബ്റൂറും ആവുക? മബ്റൂർ വിട്ടേക്കാം, മഖ്ബൂൽ എപ്പോഴാവുക? നമ്മളെ ഹജ്ജും ഉംറയും അള്ളാഹു സ്വീകരിക്കുന്ന വിധത്തിലായിത്തീരുന്നത് എപ്പോഴാ? നിയത്ത് ശരിയാവണം, അതിന് സംശയമൊന്നുമില്ല. നിയത്ത് ശരിയാവണം. അത് നമുക്ക് നേരത്തെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അതിൽ മനസ്സിലാക്കേണ്ട കാര്യം പണ്ടത്തെ പോലെയല്ല. ഇപ്പോഴത്തെ ഹജ്ജിൽ പ്രത്യേകിച്ച് വലിയ ത്യാഗങ്ങളൊന്നുമില്ല. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ദുൽഹജ്ജ് 10 അവിടെ ഉണ്ടായിരിക്കുന്ന തിരക്കിലും മറ്റൊക്കെ പെട്ട് നല്ല ചൂടൊക്കെ ഇല്ല, 52 ഡിഗ്രി ആയിരുന്നു ചൂട്. ഏതാണ്ട് 3000-ഓളം ഹാജിമാരുടെ മരണപ്പെട്ടു ദുൽഹജ്ജ് 10 ജംറയിലേക്കുള്ള യാത്രാമധ്യേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിലൊന്നും വല്ലാതെ പ്രയാസപ്പെടാതെ, എന്നാൽ കുറച്ചൊക്കെ പ്രയാസപ്പെട്ട് തിരിച്ചു വന്ന ടെന്റിൽ വന്നപ്പോൾ നിങ്ങളുടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നിരിക്കുന്ന സഹോദരിമാർ പറഞ്ഞു തരുമോ, ഈ ദിവസത്തെ ഈ ഒരു ത്യാഗം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഹജ്ജിലൊരു ത്യാഗം ഉണ്ടാകുമായിരുന്നില്ല. അതിന് പോസിറ്റീവായിട്ട് പറഞ്ഞു. കാരണം വേറെ ഒന്നുമില്ല, എവിടെയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. വന്നിട്ട് ഒരു മാസത്തോളമായി, ഇതുവരെ യാതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ആകെ ഒരേ ഒരു ദിവസത്തെ ചെറിയ പ്രയാസം മാത്രം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചെന്താരോ, ഇതൊന്നുമല്ല ഹജ്ജിലെ ത്യാഗം. ഹജ്ജിലെ ത്യാഗം എന്ന് പറയുന്നത് ഹജ്ജ് കഴിഞ്ഞിട്ടാണ്. ഹജ്ജ് കഴിഞ്ഞിട്ടാണ് ത്യാഗം. അതെന്താ ത്യാഗം? ഹജ്ജിലൂടെ ഒരു മനുഷ്യൻ സ്വമേധയാ തന്നെ മാറാൻ തയ്യാറാവാണ്, തൻ്റെ ജീവിതത്തെ മാറ്റാൻ തയ്യാറാവാണ്. ഇന്നലത്തെ അവസ്ഥയല്ല ഇന്ന്. ഇതുവരെ ഉണ്ടായിരുന്ന പാപങ്ങളൊക്കെ നമ്മൾ പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ച് പരിഹരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പ്രസവിച്ചൊരു കുഞ്ഞിനെ പോലെ തെളിഞ്ഞ, കളങ്കമില്ലാത്ത, കാപ്പട്ടമില്ലാത്ത, കറയില്ലാത്ത മനസ്സിന്റെ ഉടമകളായി മാറിയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ആ മനസ്സിൽ ഇനിയും കറകൾ വരാതിരിക്കാൻ, ഇനിയും കളങ്കങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ചെറിയ ശ്രദ്ധ പോരാ, അതിന് വലിയ ത്യാഗം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ നേടിയെടുത്തിരിക്കുന്ന ഈ ഒരു മാറ്റം ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് പോവുക എന്നതാണ് യഥാർത്ഥത്തിൽ ഹജ്ജിലും ഉംറയിലും ഒരാൾക്ക് ഏറ്റെടുക്കേണ്ട ത്യാഗം എന്ന് പറയുന്നത്. അതാണ് ത്യാഗം. ആ ത്യാഗം കൃത്യമായി പൂർത്തീകരിക്കാൻ, നിർവഹിക്കാൻ, അതിൽ വിജയിക്കാൻ ആർക്ക് സാധിക്കുന്നു? അവർക്കാണ് അവരുടെ ആ യാത്രാമധ്യേ വിവിധ സന്ദർഭങ്ങളിലായി അവർ ചെയ്തിരിക്കുന്ന ഹജ്ജും ഉംറയും ഒക്കെ മഖ്ബൂലായും മബ്റൂറായും മാറും. ചിലരുടെ ഹജ്ജ് ഉംറയൊക്കെ ഒരു പക്ഷേ അത് കഴിഞ്ഞ ഉടനെ തന്നെ മഖ്ബൂലായിരിക്കും. എന്നാൽ പലരുടേതും മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ, കാരണം വരെ പരീക്ഷിക്കല്ല, അള്ളവരങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവർ ഈ കിട്ടിയിരിക്കുന്ന ഈ പരിവർത്തനം, ഈ മാറ്റം ജീവിതത്തിൽ നിലനിർത്തി പോകുന്നുണ്ടോ
അതല്ല അവർ വീണ്ടും കളങ്കങ്ങളിൽ തന്നെ ചെന്ന് ചാടുന്നുണ്ടോ? അങ്ങനെ പാകപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നിടത്താണ് നമ്മുടെ ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും മഖബൂലും മബ്റൂറുമായി മാറുന്നത്. അപ്പൊ അതിന് മുന്നോടിയായി വേണ്ട ചില കാര്യങ്ങളാണ് എന്ത്? തഖ്വയോടുകൂടിയായിരിക്കണം ഹജ്ജ് ചെയ്യേണ്ടത്. നല്ല നിയ്യത്ത് വേണം. അതോടൊപ്പം പ്രവാചക അധ്യാപനങ്ങളെ പിന്തുടർന്നുകൊണ്ടായിരിക്കണം. നല്ല ഇഖ്ലാസോട് കൂടി നിർവഹിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ഹജ്ജിന് വേണ്ടി വിനിയോഗിക്കുന്ന സമ്പത്ത് നല്ല സമ്പത്തായിരിക്കണം, നല്ല സമ്പാദ്യമായിരിക്കണം. അത് പറഞ്ഞങ്ങളോട് തെറ്റും, മനസ്സിലായോ? ഹജ്ജിനും ഉംറക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമ്പത്ത് എന്ത് ചെയ്യണം? നല്ല സമ്പത്തായിരിക്കണം, ഹലാലായതായിരിക്കണം, തൊയ്യിബായതൊക്കെ ആയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു ഭാഗത്ത് പറഞ്ഞെന്താണോ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ ഏറ്റവും സാധ്യതയുള്ള വിഭാഗങ്ങൾ എണ്ണി ഒരു വിഭാഗക്കാരെ, യാത്രക്കാരെ, മുസാഫിരികളെ, നാട്ടിൽ വെറുതെ അങ്ങനെ കഴിഞ്ഞു കൂടുന്നവരെക്കാൾ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുവാൻ കൂടുതൽ സാധ്യത ഉണ്ട് മുസാഫിർ ആണെങ്കിൽ. എന്നിട്ട് ആ മുസാഫിറിനെ തന്നെ വേറെ സ്ഥലത്ത് പരിചയപ്പെടുത്തി എങ്ങനെയാ? ദീർഘയാത്ര ചെയ്ത് ആകെ ക്ഷീണിച്ച് അവശനായി, മുടിയൊക്കെ ജടകുത്തി, വസ്ത്രമൊക്കെ മുഷിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ രണ്ട് കൈകളും ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. റസൂൽ ചോദിക്കുന്നത് എന്താ? അന്നാ യുസ്തജാബു ലഹു, എവിടെ നിന്ന് ആൾക്ക് ഉത്തരം കിട്ടുക? അല്ലെങ്കിൽ ആരാണ് അയാൾക്ക് ഉത്തരം നൽകുക? എന്താ കാരണം? അയാൾ കഴിക്കുന്നതും കുടിക്കുന്നതും ധരിക്കുന്നതും എല്ലാം ഹറാമാണ്, നിഷിദ്ധമായതാണ്, അയാളുടെ ഹക്കല്ല. അയാൾ വളർന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ആ നിഷിദ്ധമായ അവസ്ഥയിലാണ്. അങ്ങനെയുള്ള മനുഷ്യന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ, ഹജ്ജിലും ഉംറയിലൊക്കെ എണ്ണിപ്പറഞ്ഞ് ചൊല്ലിപ്പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ വളരെ കുറവാണെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാർത്ഥിക്കുവാൻ സാധിക്കേണ്ടുന്ന അവസരങ്ങളാണ് ഹജ്ജ് ഉംറ. ആ പ്രാർത്ഥനകൾ കൂടി സ്വീകരിക്കുമ്പോഴാണ് ഇത് സ്വീകാര്യമാവുക. അതിനെന്ത് വേണം? പ്രധാനമായും വേണ്ട നല്ല സമ്പാദ്യം. നല്ല സമ്പാദ്യം എന്നാൽ ഉണ്ടാക്കുന്നത് ഹലാലായ മാർഗത്തിലായാൽ മാത്രം പോരാ, അത് ഉണ്ടാക്കി കഴിഞ്ഞാലും ശുദ്ധീകരിക്കണം. ഉണ്ടാക്കി കഴിഞ്ഞാലും ശുദ്ധീകരിക്കണം. മനസ്സിലായല്ലോ? അതാണ് എന്ത്? സമ്പത്ത് കയ്യിൽ വന്നാൽ ഉടനെ സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിക്കണം. അത് അപ്പം ചെയ്യേണ്ടതാണ്, സമ്പത്ത് കയ്യിൽ വരുന്ന സമയത്ത് ചെയ്യേണ്ടതാണ്. ബാക്കിയെല്ലാ കാര്യത്തിലും തന്നെയല്ലേ? വീട്ടിലേക്ക് ഇറച്ചി മീനൊക്കെ വാങ്ങുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? ആദ്യം കുറേ തിന്നുക, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇരുത്തൊക്കെ. അങ്ങനെയാണോ? ആണോ? അല്ല, ആദ്യമേ കഴുകി വൃത്തിയാക്കുക അല്ലേ? ആദ്യം വൃത്തിയാക്കിയിട്ട് വേവിച്ചിട്ട് പിന്നെ നമ്മൾ കഴിക്കും. അതേപോലെ തന്നെയാണ് സമ്പത്ത്. നമ്മുടെ കയ്യിൽ വരുന്ന സമ്പത്ത് അത് കയ്യിൽ വരുമ്പോൾ അത് ശുദ്ധീകരിക്കാൻ ശ്രമിക്കണം. എന്നാൽ ഈ സമീപകാലത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഈ കൊല്ലം പ്രത്യേകിച്ചു എന്താ? കയ്യില് 10-25 കൊല്ലൊക്കെ ആയിട്ട് കുറെ വളയും ചെയിനൊക്കെ ഉണ്ട് അല്ലേ? ഉണ്ട്. അതൊക്കെ അങ്ങനെ നിൽക്കുക. ഇക്കൊല്ലത്തൊരു സുഖം എന്താ? ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ നോക്കുമ്പോൾ ഒരു പവന് 1 ലക്ഷം റുപ്യ കിട്ടും ഏകദേശം. ഒരു 4-5 പവനെടുത്ത് വിറ്റാൽ സുഖമായിട്ട് ഹജ്ജിന് വരാം. ഉംറക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ചില ഉമ്മമാരൊക്കെ പറയാറുണ്ട്, ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ആരെയും ഇടങ്ങാറാക്കിയിട്ടില്ല. എൻ്റെ ബാപ്പ കെട്ടിക്കുമ്പോൾ തന്നെ 10 പവന്റെ സ്വർണ്ണയ്ക്ക് തന്നിരുന്ന കൈക്കപ്പ് കയ്യിലുണ്ട്, ഒന്നും കുറവില്ല. 40 കൊല്ലമായി. ഈ 40 കൊല്ലം ഞാൻ ഉപയോഗിച്ചില്ലേ, ഇനി എന്ത് ചെയ്യാ? അതിന് 2 എടുത്ത് വിറ്റാൽ എനിക്ക് സുഖമായിട്ട് ഉംറയും ചെയ്യാം. പിന്നെ പോരുമ്പോൾ കുറച്ച് ഈത്തപ്പഴമൊക്കെ വാങ്ങി ഊട്ടൊക്കെ കൊടുക്കാം. ആർക്കും കുഴപ്പമില്ല. പക്ഷെ എങ്ങനെ അമ്മ നിങ്ങളുടെ കയ്യിൽ ഈ വളം എങ്ങനെ നിന്നത്? 40 കൊല്ലൊക്കെ ആയിക്കണമെങ്കിൽ അതിന് പിന്നെ എന്തെങ്കിലും ബാക്കി ഉണ്ടാവും? പരമാവധി 1 പവൻ ബാക്കി ഉണ്ടാവും. ബാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയും ഉണ്ടാവില്ല, അതിന്റെ താഴെ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും 40 കൊടുത്തു പോണ്ടേ? അപ്പൊ അങ്ങനെ കൊടുത്ത് തീർത്തു പോകേണ്ടത് തീരാതെ കിടക്കുന്നതുകൊണ്ടാണ് കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോ ആരുടെയൊക്കെയോ ഹക്ക് ഇങ്ങനെ കയ്യിൽ കഴുത്തിലൊക്കെ പേറി നടക്കുകയാണ്. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ഹജ്ജിനും ഉംറയ്ക്കും വന്നാലോ? ഏറ്റവും ചുരുങ്ങിയത്, അവിടേക്ക് ഞാൻ പോകുന്നില്ല, ഏറ്റവും ചുരുങ്ങിയത് നമ്മളിപ്പോൾ ഈ ഹജ്ജിന് വേണ്ടി അടക്കാൻ ഉദ്ദേശിക്കുന്ന പണമുണ്ടല്ലോ, അതിൻ്റെയെങ്കിലും സക്കാത്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ അത്രയും ഹൈർ, അത്രയൊക്കെ പറയാൻ കഴിയുള്ളൂ. കാരണം
നമ്മൾ ഇവിടുത്തെ ജമാഅത്ത് 1 മണിക്കാണ് ഇൻഷാ അല്ലാ. അപ്പോഴേക്ക് പൂർത്തിയാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന സമ്പത്ത് നല്ല സമ്പാദ്യമായിരിക്കണം. മറ്റൊന്നുള്ളത്, ഹജ്ജ് ഉംറ കർമ്മങ്ങളൊക്കെ ഓരോന്നും ഓരോ കർമ്മങ്ങളും ഓരോരുത്തരും ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായി ചെയ്യേണ്ട കർമ്മങ്ങളാണ്. പക്ഷേ ഈ യാത്ര പൊതുവിൽ സംഘമായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കൂട്ടുകാരുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും. അവിടെ നല്ല കൂട്ടുകാരെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നല്ല കൂട്ടുകാരെ സ്വീകരിക്കുമ്പോഴാണ് അതിൻ്റെ സ്വാധീനം നമ്മിലുണ്ടാവുക, നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റങ്ങളുണ്ടാവും. മറ്റൊന്ന്, ഈ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടാൻ വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതിൻ്റെ ആമുഖമായി ചെയ്യേണ്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇനി മറ്റൊന്നുള്ളത്, നമ്മുടെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് നിർവഹിക്കാനുള്ള ഹജ്ജ് തമത്വമായ ഹജ്ജാണ്. തമത്വമായ ഹജ്ജ് എന്നുള്ളത് നമ്മൾ ചെന്നിട്ട് ഉംറ നിർവഹിക്കുകയും ഉംറ കഴിഞ്ഞ് എത്ര ദിവസമാണ് മക്കയിൽ കിട്ടുക അത്രയും ദിവസം അവിടെ താമസിച്ച് പിന്നെ ദുൽഹജ്ജ് 8-ന് ഹജ്ജിന് വേണ്ടി പ്രത്യേകം ഇഹ്റാം ചെയ്ത് എന്നിട്ട് ഹജ്ജ് നിർവഹിക്കുന്ന രൂപമാണ് തമത്വ. ഇതിലാണ് ബലിയൊക്കെ വേണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഖിറാന ഹജ്ജാണെങ്കിൽ ബലി വേണം. അപ്പോൾ നമ്മൾ ഹജ്ജിനും ഉംറയ്ക്കും ഒരേപോലെ വരുന്ന ചില കാര്യങ്ങളാണെന്ത്? തവാഫ്, സഈ പോലുള്ള കർമ്മങ്ങൾ, മുടിയെടുക്കലൊക്കെ. എന്നാൽ അതുപോലെ തന്നെ ആവശ്യമായ മറ്റൊന്നാണെന്ത്? മീഖാത്ത് ഉണ്ടാവുക. മീഖാത്തിൽ വെച്ചാണ് ഇഹ്റാം ചെയ്യേണ്ടത്. കർമ്മങ്ങൾ പറയുമ്പോൾ ഉംറയ്ക്ക് ഇഹ്റാമിൽ പ്രവേശിക്കുക, തവാഫ് ചെയ്യുക, സഈ ചെയ്യുക, മുടിയെടുക്കുക, 4 കർമ്മങ്ങളേ ഉള്ളൂ. പക്ഷെ അത് നമ്മുടെ റുക്കിനുകളും വാജിബുകളുമായി എണ്ണുമ്പോഴോ അപ്പോൾ 5 ഉണ്ടാവും. എന്നാൽ ഉംറയ്ക്ക് 3 റുക്കിനുകളുണ്ട്, 2 വാജിബാത്തുകളുണ്ട്. 3 റുക്കിനുകൾ, ഒന്ന് ഇഹ്റാമാണ്, മറ്റൊന്ന് തവാഫാണ്, മറ്റൊന്ന് സഈയാണ്. വാജിബാത്തുകൾ എന്തൊക്കെയാ? ഒന്ന് ഈ ചെയ്യുന്ന ഇഹ്റാം മീഖാത്തിൽ വെച്ചാവുക, മറ്റൊന്ന് മുടിയെടുക്കുക. അപ്പൊ ഇങ്ങനെ 5 രൂപത്തിൽ പഠിപ്പിച്ച 4 കർമ്മങ്ങളാണ് ഉള്ളത്. മീഖാത്തുകളിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നാൽ ഹജ്ജിലും ഇത് അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മൾ ചെന്ന് മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ വേണ്ടി വേറെ ഒരു മീഖാത്തിലേക്ക് തെരഞ്ഞു പോകേണ്ടതില്ല. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറ്റും. അതാണ് സൂചിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം നിർവഹിക്കേണ്ടി വരുന്ന ഉംറയാണ്. ആ ഉംറയിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? മീഖാത്ത്. മീഖാത്തിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. എന്താണ് മീഖാത്ത്? വഖത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. 5 വഖത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലേ, വഖത്ത്, സമയം. അതിനുണ്ടായ പദമാണ് മീഖാത്ത്. മിഖാത്ത് എന്ന് പറയാം. നിശ്ചിത സമയത്തിനും നിശ്ചിത സ്ഥലത്തിനും ഒക്കെ പറയാവുന്നൊരു പേര്. ഇപ്പൊ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിച്ചു കൊടുത്ത സ്ഥലങ്ങളുണ്ട്. ഒരു 5-6 പോയിന്റുകൾ അങ്ങനെ കാണാൻ പറ്റും. അതിൽ നമുക്ക് ബന്ധപ്പെടാൻ സാധ്യതയുള്ള 2 മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന്, ഇവിടെ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ നേരെ മക്കയിലേക്കാണ് പോകുന്നതെങ്കിൽ, നേരെ മക്കയിലേക്കാണ് യാത്ര എങ്കിൽ അവര് ടച്ച് ചെയ്യുന്ന മീഖാത്താണ് ത്വായിഫിൽ നിന്ന് കുറച്ച് അടുത്തുള്ള കർണുൽ മനാസിൽ എന്ന് പറയുന്ന മീഖാത്ത്. കർണുൽ മനാസിൽ, അവിടെ നിന്ന് മക്കയിലേക്ക് 78 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഏറ്റവും അടുത്ത മീഖാത്താണ്. അത് പുറത്തുനിന്ന് വരുന്നവർ മാത്രമല്ല, ഇനിയിപ്പോൾ അവിടുത്തെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന് വരുന്ന ആൾക്കാർ, ആഭ്യന്തര യാത്രക്കാർ, അവർക്കും ഫ്ലൈറ്റിന് വരുന്ന എല്ലാവരും ഈ ത്വായിഫിലെ മീഖാത്ത് വഴിയാണ് പോവുക. അങ്ങ് വേഗം മനസ്സിലാവും. ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് സാധാരണ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ജിദ്ദയിലേക്കാണ് നമ്മൾ ഫ്ലൈറ്റ് എങ്കിൽ 6-6.25 മണിക്കൂർ സമയം എടുക്കും. അതേ ജിദ്ദയിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് വരുമ്പോഴോ 5.5 മണിക്കൂർ സമയം എടുക്കുള്ളൂ. അപ്പം എന്താ, ബൈപ്പാസ് ഉണ്ടോ ഇതിനിടക്ക്? എന്ന് പറഞ്ഞാൽ ജിദ്ദ എയർപോർട്ടിലേക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് വരുന്ന ഫ്ലൈറ്റുകളും, ഇനി സൗദിയിൽ തന്നെ മറ്റ് ഇടങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഫ്ലൈറ്റുകൾ, ഈ ഫ്ലൈറ്റുകളെല്ലാം മീഖാത്ത് വഴിയാണ് വരിക. അപ്പോൾ ആ ഏരിയ തന്നെ, ആ റൂട്ട് തന്നെ വരെയാണ്, ത്വായിഫ് വഴി തന്നെ വരുള്ളൂ.
എന്തിനാണത്? എല്ലാ ഫ്ലൈറ്റിലും ഒന്നോ രണ്ടോ ആൾക്കാരെങ്കിലും ഉംറ ചെയ്യാനുള്ളവരുണ്ടാവും, ഇഹ്റാം ചെയ്യാനുള്ള, അങ്ങനെയാണ്. അപ്പൊ ആ മീഖാത്തിലൂടെയാണ് നമ്മളും പോകുന്നത്. അപ്പൊ നമ്മൾ എവിടെന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? ഫ്ലൈറ്റ് ജിദ്ദയിൽ ഇറങ്ങുന്നതിന്റെ ഒരു 25 മിനിറ്റ് മുമ്പ്, അല്ലെ ഒരു അരമണിക്കൂർ മുമ്പ്. ആ സമയത്ത് നിർദ്ദേശം വരും, ഹജ്ജിന് മുമ്പ് പ്രത്യേകിച്ചും ഫ്ലൈറ്റിന് നിർദ്ദേശം വരും. ആ സമയത്താണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ഇനി മറിച്ച് നമ്മുടെ യാത്ര ഇവിടുന്ന് നേരിട്ട് മദീനയിലേക്കാണെങ്കിലോ, നേരെ മദീനയിലേക്കാണെങ്കിൽ നമ്മൾ ഇഹ്റാമിന് വേണ്ടി പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുക്കി പോകേണ്ടതില്ല. മദീനയിൽ ചെന്ന് കുറച്ച് ദിവസം അവിടെ താമസിച്ച് എന്നാണോ അവിടുന്ന് തിരിച്ച് നമ്മൾ മക്കയിലേക്ക് വരുന്നത്, ആ സമയത്താണ് നമ്മൾ ഇഹ്റാമിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോ മദീനയിൽ നിന്ന് നമ്മളെ വാഹനം പുറപ്പെട്ടാൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ എത്താവുന്ന കാര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ അബയാർ അലി അല്ലെ ദുൽഹുലൈഫ എന്ന് പറയുന്ന മീഖാത്ത്. അവിടെ നിന്ന് മക്ക ഹറമിലേക്ക് 429 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ബസ്സിൽ വരുമ്പോൾ ഒരു 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഏതാണ്ട് സമയം കാണും. അപ്പോൾ നമ്മൾ ആ റൂട്ടിലാണ് വരുന്നതെങ്കിൽ അവിടെ നിന്നാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ഞാൻ 2 മീഖാത്ത് മാത്രം പറയാൻ കാരണം നമുക്ക് ലഭ്യമാകാൻ സാധ്യതയുള്ള നിലക്കാണ്, വേറെ മീഖാത്തുകളുണ്ട്. അപ്പൊ ഇതിനാകത്തും അത്രയേ ഉള്ളൂ. പുറമേ നിന്ന് വരുന്ന ആളുകൾ പ്രവാചക തിരുമേനി നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന മീഖാത്തിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. എന്നാൽ ഈ മീഖാത്ത് കഴിഞ്ഞിട്ട് മക്കയിലേക്ക് എത്തുന്നതിന്റെ ഇടയിലുള്ള ഒരുപാട് ഏരിയകൾ ഉണ്ടല്ലോ, ആ ഏരിയകളിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിലോ അവര് ഈ മീഖാത്തിലേക്ക് പിന്നോട്ട് പോകേണ്ടതില്ല. അവർ താമസിക്കുന്നിടത്ത് തന്നെ അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാം. അവർ മക്കക്കാരല്ല, എന്നാൽ പുറത്തുള്ളവരുമല്ല. ഇപ്പൊ ജിദ്ദയിലും അതുപോലത്തെ സ്ഥലത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ അവിടുത്തെ നാട്ടുകാരോ ജോലിക്കാരോ ഒക്കെ ആയിട്ട് സ്ഥിര താമസക്കാരുണ്ടാവും. അവർ ഇഹ്റാം ചെയ്യാൻ വേണ്ടി എവിടെയും പോകേണ്ടതില്ല. അവരുടെ റൂമിൽ തന്നെ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് ഇഹ്റാമിൽ പ്രവേശിക്കാം. മൂന്നാമത്തെ ടീം മക്ക നിവാസികളാണ്, മക്കയിൽ താമസിക്കുന്ന ആൾക്കാർ. അതാണ് ഹറം എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ നാട്ടുകാര് ജോലിക്കാരും ഒക്കെ ആയിട്ട് സ്ഥിരമായി ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഉംറക്ക് ഹജ്ജിനൊക്കെ വേണ്ടി ഇഹ്റാം ചെയ്യണം. എന്ത് ചെയ്യണം? മക്കയുടെ പുറത്തേക്ക് പോകണം. മക്കയുടെ പുറത്ത് എവിടെയും പോവാം, അത് കുഴപ്പമില്ല, എവിടെയും പോവാം. അങ്ങനെ മക്കയുടെ പുറത്ത് പോയിട്ട് അവിടെ നിന്ന് ഇഹ്റാം ചെയ്യുക, ഏത് ഭാഗത്താനും കുഴപ്പമില്ല. അങ്ങനെ പോകുമ്പോൾ ഹറമിൽ നിന്ന് മക്കയുടെ ബോർഡറിലേക്ക് ഏറ്റവും അടുത്ത സ്ഥലം തൻഈമാണ്. ഏകദേശം 3 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. ഇപ്പുറത്ത് 8 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ആ തൻഈമില് അവിടെ ഇവിടെ കുഴപ്പമില്ല, അവർക്ക് എന്ത് ചെയ്യാം? ഇത് മക്കക്കാരുടെ കാര്യമാണ്, നമ്മളെ കാര്യമല്ല പറയുന്നത്. ആ തൻഈമില് അവിടുത്തെ സർക്കാർ ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് സൗകര്യപ്രദമായ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. അവിടെ പിരിക്കാലത്താണോ അങ്ങനെ പേര് വന്നതല്ല, ആയിഷ പള്ളി എന്നൊക്കെ ആൾക്കാർ പറയും. എന്തായിരുന്നാലും ആ ഒരു ഏരിയയിൽ പോയിട്ട് ഇഹ്റാം ചെയ്യാൻ ആർക്ക് പറ്റും? മക്ക നിവാസികൾക്ക് പറ്റും. നമുക്ക് പറ്റുമോ? ഇല്ല, നമുക്ക് പറ്റില്ല. എന്താ കാരണം? നമ്മൾ മക്കക്കാരല്ല, നമ്മൾ യാത്രക്കാരാണ്. അപ്പോൾ യാത്രക്കാർക്ക് ഞാൻ സൂചിപ്പിച്ച പോലെ നിശ്ചയിക്കപ്പെട്ട മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കണം. അതല്ലാത്തവർക്കുള്ള ഇളവുകൾ നമുക്ക് സ്വീകാര്യമല്ല, അതാണ് സൂചിപ്പിച്ചത്. ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നേരിട്ട് നാട്ടിൽ നിന്ന് തന്നെ മക്കയിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുമ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാർ വഴിയൊക്കെ ഹജ്ജിന് പോകുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഒരു സ്റ്റേ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നാണ് ഇവിടുന്ന് പുറപ്പെടുക? ആ പുറപ്പെടുന്ന അന്ന് നമ്മൾ ഈ ഉംറയുടെ നെയ്യത്തോടു കൂടി പ്രത്യേകം ഒന്ന് കുളിക്കുക. സാധാരണ കുളി തന്നെയാണ്. അതിനു മുമ്പ് ശരീരത്തിലെ മറ്റ് മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒന്ന് കുളിച്ച് സാധാരണ പോലെ. സ്ത്രീകൾക്ക് ഇഹ്റാമിന്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. മുഖവും മുൻകൈയും ഒഴികെയുള്ള ശരീരഭാഗങ്ങൾ മറക്കാവുന്ന മാന്യമായ ഇസ്ലാമിക വേഷമാണ് സ്ത്രീയുടെ ഇഹ്റാമിന്റെയും വസ്ത്രം. അതിൽ വേറെ നിബന്ധനകളൊന്നുമില്ല. അവർക്ക് അടിവസ്ത്രങ്ങളോ ഷോക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും പ്രശ്നമില്ല. പുരുഷന്മാർക്ക് എന്തുണ്ട്? ഇഹ്റാമിന്റെ പ്രത്യേക ഡ്രസ്സുണ്ട്. അപ്പോൾ ആ ഡ്രസ്സാണ് അവർ ധരിക്കേണ്ടത്. അത് എയർപോർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഹജ്ജ് ക്യാമ്പിൽ നിന്നോ, ഇനി അതെല്ലാം സൗകര്യം ഇവിടെ ആണെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ ധരിക്കാൻ കുഴപ്പമില്ല, അങ്ങ് ധരിച്ചു പോരാ. ഒരു തുണി ഉടുക്കാനും ഒരു തുണി പുതക്കാനും 2 കഷ്ണം തുണി മാത്രം. തുണി അഴിഞ്ഞു പോകാതിരിക്കാൻ ബെൽറ്റ് ഉപയോഗിക്കണം. പിന്നെ അത്രേ ഉള്ളൂ. അടിവസ്ത്രങ്ങൾ പാടില്ല, ഷോക്സ് പാടില്ല, ഷൂ പാടില്ല. ഷൂ പോലെയുള്ള ചെരുപ്പും പാടില്ല. സാധാരണ ചെരുപ്പാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ മുൻഭാഗവും പിൻഭാഗവും ഒന്നും കവർ ചെയ്യാത്ത, മറക്കാത്ത സാധാരണ ചെരുപ്പ്. അതാണ് ഇഹ്റാമിന്റെ വസ്ത്രമായിട്ട് കാണേണ്ടത്. ഇത് ധരിക്കുന്നതോടുകൂടി ഇപ്പോൾ ഇവരൊക്കെ എന്തായി? കുളി കഴിഞ്ഞു, ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചു. ഇത് നമ്മൾ ഫ്ലൈറ്റ് പുറപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിദ്ദയിൽ ഇറങ്ങുന്നതിൻ്റെ ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് നമുക്ക് നിർദ്ദേശം ലഭിക്കും. ആ സമയത്ത് നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ, ആ സീറ്റിൽ തന്നെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുക?
ലബ്ബൈക അല്ലാഹുമ്മ ഉംറ എന്ന് പറയാം, അത്രയേ ഉള്ളൂ. ലബ്ബൈക അല്ലാഹുമ്മ ഉംറ, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാൻ ഉംറക്ക് വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതോടുകൂടി നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞു. മനസ്സിലായല്ലോ? അവിടെ മുതൽ ആരംഭിക്കുന്ന അടുത്തൊരു സുന്നത്തുണ്ട്. എന്താ സുന്നത്ത്? തെൽബിയത്തില്ല. തെൽബിയത്ത് അവിടെ നിന്ന് ആരംഭിച്ച്, ഞാൻ ആവർത്തിക്കുന്നില്ല, അവിടെ നിന്ന് ആരംഭിച്ച് മക്കയിലെത്തി ഹറമിലേക്ക് പ്രവേശിക്കുന്നവരെ ചൊല്ലാവുന്ന അതിപ്രധാനമായൊരു സുന്നത്താണ്. അത് നമ്മുടെ ഷഹാദത്തിന്റെ ഒരു പുനഃപ്രഖ്യാപനം കൂടിയാണ്. ആ ബോധത്തോടു തന്നെ ആയിരിക്കണം. എന്നാൽ അറിഞ്ഞു മനസ്സിലാക്കി ചൊല്ലണം, തെൽബിയത്തിൽ കൊണ്ടിരിക്കുക. അതിനിടയിൽ ഇഹ്റാമിലായിരിക്കുമ്പോൾ പാടില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ഒഴിവാക്കാം. പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. മുടി എടുക്കാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല, അതുപോലെ പുരുഷന്മാരാണെങ്കിൽ ശരീരത്തിന്റെ ആകൃതിയിലുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, തല മറക്കാൻ പാടില്ല, അങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. വേട്ടയാടാൻ പാടില്ല. പിന്നെ വിവാഹ ആലോചനയും വിവാഹവും വിവാഹ അനന്തരമുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അതിന്റെ വിശദാംശങ്ങൾക്ക് പോകാൻ ഈ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓടിച്ചു പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ മക്കയിലെത്തിയാൽ, നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നേരെ മക്കയിലേക്കാണെങ്കിലോ പറഞ്ഞത്, ഇനി മദീനത്താണെങ്കിലോ മദീനയിലെ ദിവസം കഴിഞ്ഞിട്ട് പോരുമ്പോൾ അന്ന് മദീനത്ത് നമ്മുടെ റൂമിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് മാറി 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ മീക്കാത്തിലെത്തും. മീക്കാത്തിൽ വന്നിട്ട് ബസ് ഇറങ്ങണമെന്നൊന്നുമില്ല. പൊതുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാമിൽ പ്രവേശിക്കാറുള്ളത് വാഹനത്തിൽ കയറിയിട്ടാണ്. അപ്പോൾ വാഹനത്തിലുള്ള ആൾക്കാർ ഇറങ്ങി അവിടെ പള്ളിയിൽ പോയി കയറേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. കയറുന്നതിന് കുഴപ്പമായിട്ടില്ല, അത് അത്യാവശ്യമുള്ള കാര്യമില്ല. അപ്പോൾ ഏതാണ്ട് നമ്മളെ വാഹനത്തിൽ തന്നെ ഇരുന്നിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ഉംറ എന്ന് അവരും പറയാം. പിന്നെ അവിടെ നിന്ന് 5-6 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം മക്കയിലെത്താൻ. 6-7 മണിക്കൂർ. മക്കയിലെത്തിയാൽ ആവശ്യമായ വിശ്രമം, അതുപോലെ പിന്നെ വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആവൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല. എന്നിട്ട് ഒദു എടുത്തിറങ്ങാം. ഇഹ്റാം തവാഫിൽ ഉംറയുടെയും ഹജ്ജിന്റെയും ഭാഗമായി നിർവഹിക്കുന്ന തവാഫിന് എന്ത് വേണം? ഒദു വേണം. അപ്പോൾ ഒദു എടുത്തിറങ്ങാം. കൂടെ പുരുഷന്മാര് ആ യാത്രയിൽ ആദ്യമായി ചെയ്യുന്ന ഉംറയാണ് അതെന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? അവരുടെ ഇങ്ങനെ പുതച്ച തുണി ഒന്ന് മാറ്റി പതുക്കുക. പുതച്ച തുണി വലത്തെ ചുമല് തുറന്നിടുക, ഇടത്തെ ചുമല് മറക്കുക. ഇൽത്തിബാ എന്ന് പറയും. ഈ സംഗതി വേണ്ടത് ഒരു യാത്രയിൽ നമ്മൾ നിർവഹിക്കുന്ന ആദ്യത്തെ തവാഫിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ രണ്ടാമത് ഉംറ ചെയ്യാൻ അവസരം ഏതെങ്കിലും മീക്കാത്തൊക്കെ കിട്ടി ചെയ്യുകയാണെങ്കിൽ അപ്പോഴെന്ത് വേണ്ട? ഇൽത്തിബാ വേണ്ട. ഇനി ഹജ്ജിന്റെ സമയത്തുള്ള തവാഫും സഅയും നമ്മൾ ചെയ്യുന്നത് ഇഹ്റാമിന്റെ വസ്ത്രത്തോടു കൂടിയാണെങ്കിലും എന്ത് വേണ്ട? ഇൽത്തിബാ വേണ്ട. മനസ്സിലായല്ലോ? അപ്പൊ ആകെ ഒറ്റ പ്രാവശ്യം വേണ്ടുള്ളൂ. അപ്പൊ ആദ്യം നിർവഹിക്കുന്ന തവാഫിൽ ഒറ്റ റൗണ്ടല്ല, 7 റൗണ്ട്, അതിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ. അപ്പോൾ ഇൽത്തിബാ, ഈ 2 കാര്യങ്ങൾ, 1 ഒദു എടുക്കുക, 2 ഇൽത്തിബാ സ്വീകരിക്കുക. എന്നിട്ട് നമ്മൾ ഹറമിലേക്ക് വരിക. ഹറമിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ കഅബയുടെ, ഇപ്പൊ നമ്മൾ കഅബയെ സങ്കല്പിക്കുകയാണ് ഈ ഒരു ഭാഗം ഹജറുൽ അസ്വദ്, അങ്ങനെ കാണാം. അപ്പൊ ഹജറുൽ അസ്വദിന്റെ ഭാഗത്തേക്കാണ് വരേണ്ടത്. തൊട്ടടുത്ത് എത്താൻ പറ്റുമെങ്കിൽ ചുംബിച്ചുകൊണ്ടാണ് തുടങ്ങേണ്ടത്. അത് എന്തായാലും സാധ്യമാവില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പൊ ആദ്യം സ്വപ്നം കാണണ്ട അതറിഞ്ഞ്. പിന്നെ കുറച്ചൊക്കെ അടുത്തെത്തും, കൈയെത്തും. എന്നാലോ കൈ അവിടെ തൊട്ട് കൈ ചുംബിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷെ അതിനും സാധ്യമാവില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ ഉംറയുടെ കാലത്ത് തന്നെ ഭയങ്കര തിരക്കാം, പിന്നെ ഹജ്ജിന്റെ പറയുന്നത് സ്വാഭാവികമായിട്ട് ഹജ്ജിനും ഉംറക്കൊക്കെ ആ കാലത്ത് പ്രത്യേകിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ ലൈനിൽ, ആ ഡയറക്ഷനിൽ ദൂരെ കുറച്ചപ്പുറം എവിടെയാണ് നമുക്ക് എത്താൻ പറ്റുക, അവിടെ എത്തിയിട്ട് വലത്തെ കൈ ഉയർത്ത അഭിവാദം ചെയ്യുക. ഈ കൈ ചുംബിക്കണോ? വേണ്ട, അഭിവാദം ചെയ്യുക. ആ സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയാം. അത് ചുംബിക്കാനാണ് അവസരം കിട്ടിയതെങ്കിലും, കൈ തൊട്ട് കൈ ചുംബിക്കാൻ അവസരം കിട്ടിയതെങ്കിലും, ഇങ്ങനെ കൈ ഉയർത്തി അഭിവാദം ചെയ്യാനാണ് അവസരം കിട്ടിയതെങ്കിലും, ഈ സന്ദർഭങ്ങളിലൊക്കെ പറയേണ്ടതാണ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ നേരെ നടക്കാം. ഇങ്ങനെ റൗണ്ട് ചെയ്ത് നടക്കുക. ഈ നടത്തത്തിനിടയിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? പ്രാർത്ഥന. പ്രത്യേകം ഒന്ന്, ഹജ്ജ് ഉംറ കർമ്മങ്ങളിൽ ഫർളോ ഷർത്തോ അല്ലെങ്കിൽ എന്താ പറയുക റുക്കിനുകളോ വാജിബാത്തുകളോ ഒക്കെ ആയി പറഞ്ഞ വിഷയങ്ങളിൽ എവിടെയും ഒരൊറ്റ പ്രാർത്ഥനയും ഒരൊറ്റ ദിക്റുമില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന പ്രാർത്ഥന ചൊല്ലിയെങ്കിലേ, ഇന്ന ദിക്ർ ചൊല്ലിയെങ്കിലേ ഹജ്ജും ഉംറയും സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് പറയാവുന്ന ഒറ്റ പ്രാർത്ഥനയുമില്ല, ഒറ്റ ദിക്റുമില്ല. മറിച്ച് സുന്നത്തായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഏതാനും പ്രാർത്ഥനകൾ ദിക്റുകളൊക്കെ ഉണ്ട്, സുന്നത്തായത്. അത് തന്നെ നമ്മുടെ 2 കൈയിന്റെ വിരലും കൂടി കൂട്ടി എണ്ണാൻ മാത്രമില്ല, വളരെ കുറച്ചേ ഉള്ളൂ.
എന്താ അത്രയും? ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള ആ മണ്ണിലെത്തിയിട്ട് പോലും ഒരുപാട് പ്രാർത്ഥനകൾ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല റസൂല്? മറ്റൊന്നുമല്ല, ഓരോ മനുഷ്യനും അയാളുടെ ഇത്രയും കാലത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് വിഷയങ്ങളിൽ പ്രാർത്ഥിക്കാനുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് അവസരം കിട്ടാനാണ് എന്ത് ചെയ്തത്? വേറെ പ്രാർത്ഥന പഠിപ്പിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പൊ ഈ കിട്ടുന്ന കിതാബുകളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നോക്കിയാൽ നൂറുകണക്കിന് പ്രാർത്ഥന ഉണ്ടാവില്ല. അതൊക്കെ പഠിച്ചിട്ട് ഹജ്ജും ഉംറയും ചെയ്യാൻ നേരത്തെ നടക്കില്ല, അതിന് ആവശ്യമില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ട നമ്മളെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എഴുതി വെച്ച് നമ്മുടെ മനസ്സിലാണ്. ജീവിതത്തിൽ കഴിഞ്ഞു പോയിരിക്കുന്ന പരമാവധി പാപങ്ങൾ അതൊക്കെ കഴുകണം. കൂടുതൽ പുണ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കണം. അതിനുവേണ്ടി നല്ല പ്ലാനിങ്ങോട് കൂടിയായിരിക്കണം ഹറമിലേക്ക് ഇറങ്ങേണ്ടത്. എന്ന് പറഞ്ഞാൽ തവാഫിന്റെ ഓരോ റൗണ്ടിലും എന്തൊക്കെ കാര്യങ്ങൾ പ്രാർത്ഥിക്കണം, ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം, നല്ല പ്ലാനിങ് വേണം. ഓരോ റൗണ്ടിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ അയൽക്കാർക്കും കൂട്ടുകുടുംബങ്ങൾക്കും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർക്കും, നമ്മുടെ രാജ്യത്തും ലോകത്തിന്റെ നാനാഭാഗത്തും ഒക്കെ കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുണ്ട്, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എന്ത് വേണം? ഓരോ റൗണ്ടില് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന ഒരു പ്ലാനിങ് വേണം. അങ്ങനെ വരുമ്പോഴോ നമുക്ക് ഇഷ്ടംപോലെ പ്രാർത്ഥിക്കാൻ മനസ്സു നിറയെ പ്രാർത്ഥനയുണ്ടാവും. എന്നാൽ ഒരു പ്ലാനിങ് ഇല്ലാതെ വന്നെങ്കിലോ ഇവന്റെ മനസ്സ് പൊള്ളയായിരിക്കും, അതിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവന് പണിയുന്ന പോരോ, ഈ തവാഫിനിടയിൽ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് സെൽഫി എടുക്കും. ഏത് കഅബ പിന്നിലാക്കിയിട്ട് ഞാനിപ്പോ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യും, ഭാര്യക്കോ മക്കൾക്കൊക്കെ വിളിക്കും, ഞാൻ ഇപ്പൊ തവാഫിന്റെ 4ാമത്തെ റൗണ്ടിൽ എത്തിയിട്ടുണ്ട്, 5ാമത്തെ. ഇതൊക്കെ എന്തുകൊണ്ടാരോ അതിന് സമയം കിട്ടുന്നത് എന്തുകൊണ്ടാ? ഇവന്റെ മനസ്സിലൊരു സാധനമില്ല. അപ്പൊ നമ്മുടെ മനസ്സ് പ്രാർത്ഥന കൊണ്ട് നിറച്ചു വെക്കുക. നല്ല ഹോംവർക്ക് ചെയ്തിട്ട് ശരിക്കും ഇന്ന 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 കാര്യങ്ങളൊക്കെ എനിക്ക് പ്രാർത്ഥിക്കേണ്ടതാ. അങ്ങനെ പ്ലാൻ ചെയ്താലോ ആ ഹറമിലെ തിരക്ക് പോലും നമ്മളെ ബാധിക്കൂല. മനസ്സിലല്ലോ? അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ജനക്കൂട്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ നെഞ്ചത്ത് വെക്കും, പഠിച്ചോനെ എങ്ങനെ ഇപ്പം ഇത് തീർക്കുക, എങ്ങനെ ഇപ്പം ഇത് ചെയ്യുക, എത്ര വലിയ റൗണ്ടിൽ നടക്കേണ്ടി വരും, എത്ര സമയം വേണ്ടി വരും, എത്ര വെയിൽ കൊള്ളേണ്ടി വരും എന്നൊക്കെ ആലോചിക്കും അല്ലേ? എന്നാൽ ആ സമയത്തെ പോസിറ്റീവാക്കി മാറ്റാൻ പറ്റും. ഇഷ്ടം പോലെ ആളുള്ളത് കൊണ്ട് എനിക്ക് നല്ല വലിയ റൗണ്ടിൽ നടക്കാം, അതുകൊണ്ട് ധാരാളമായി പ്രാർത്ഥിക്കാൻ പറ്റും എന്ന് കരുതിയാലോ ഈ തിരക്കൊന്നും അയാളെ ബാധിക്കില്ല. അയാൾക്ക് സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണം മനസ്സിൽ നല്ല പ്രാർത്ഥന. ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ നമ്മൾ ഇവിടുന്ന് തുടങ്ങിയില്ലേ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ നടന്നു. ഈ നടത്തം ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരിക, വന്നിട്ട് ഇവിടെ ഹജർ അസ്വദിന് തൊട്ട് മുമ്പുള്ള ഈ കോണിൽ ഈ മൂലയിലെത്തിയാൽ റുക്കുനിൽ യമാനി എന്ന് പറയും, യമന്റെ ഭാഗത്തേക്കുള്ള ഒരു കോണാണത്. അവിടെ തൊടാൻ പറ്റുകയാണെങ്കിൽ തൊടുക, വേറൊന്നും ചെയ്യാനില്ല, ചുംബിക്കാനൊന്നുമില്ല, പറ്റിയാ ചെയ്താൽ മതി. ഇല്ലെങ്കിലും മുന്നോട്ട് പോവാം. മുന്നോട്ട് പോകുമ്പോൾ ഇനി നമ്മൾ ഹജർ അസ്വദിന്റെ ഏരിയക്ക് എത്തുന്നത് വരെയുള്ള ആ ഒരു റൗണ്ടിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട പ്രാർത്ഥന ഏതാ? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. കഴിയും. ഇത് എത്രത്തോളം ചൊല്ലാൻ പറ്റുമോ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മനസ്സിലാക്കി ചൊല്ലണം. അപ്പൊ ഒരു കനുണ്ടാവും, അതിന് കഴമ്പുണ്ടാവും, കാതലുണ്ടാവും. അങ്ങനെ മനസ്സിലാക്കി ചൊല്ലുന്ന രൂപത്തിലായിരിക്കുക ഈ കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിയാൽ വീണ്ടും 2ാമത്തെ റൗണ്ട് തുടങ്ങുകയാണ്. അപ്പൊ വീണ്ടും കൈ ഉയർത്ത അഭിവാദം ചെയ്യുക. അപ്പോൾ എന്ത് പറയാ? ചോറുന്നുമ്പോ എല്ലാ ഉരുളക്കും ബിസ്മില്ലല്ലോ ഉണ്ടോ? ഇല്ല. പിന്നെ തുടക്കത്തിലേ ഉണ്ടാവുള്ളൂ. എങ്കിൽ ഇവിടെ മതി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നുള്ളത് തുടക്കത്തിൽ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ എല്ലാ റൗണ്ടിലും അല്ലാഹു അക്ബർ മാത്രം മതി. ഓക്കെ. അപ്പൊ 2ാമത്തെ റൗണ്ട് നമ്മൾ ആരംഭിച്ചു. അല്ലാഹു അക്ബർ ചൊല്ലുമ്പോൾ വീണ്ടും ഇങ്ങനെ ഈ നടത്തത്തിലും പ്രാർത്ഥനയാണ്. അങ്ങനെ നമ്മൾ 7 റൗണ്ട് പൂർത്തിയാക്കുക. 7 റൗണ്ട് പൂർത്തിയാക്കിയിട്ട് നമ്മൾ ഒന്നുകൂടി അഭിവാദ്യം ചെയ്യാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ അഭിവാദ്യം എത്ര പ്രാവശ്യം ഉണ്ടാവും? 8 പ്രാവശ്യം ഉണ്ടാവും. തുടക്കത്തിലും ഒടുക്കത്തിലുണ്ട് 8 പ്രാവശ്യം ഉണ്ടാവും. അങ്ങനെ നമ്മൾ തവാഫിന്റെ ഈ നടത്തം പൂർത്തിയായി. അത് കഴിഞ്ഞാൽ നേരെ മക്കാം ഇബ്രാഹിം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, ആൾക്കാർ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളതിന്റെ നേരെ ബാക്കിലേക്ക് മാറാം. ബാക്കിൽ ആളുകൾ നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുക, അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുക. ഈ നമസ്കാരത്തിൽ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിങ്ങനെ ഇരുത്തിപ്പായിലുള്ള തുണിയിൽ അല്ലേ, അപ്പൊ ഈ പെരടി ഒന്നും വേണ്ടത്ര മറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ മാറ്റിയിട്ട് പഴയ പോലെ തന്നെ പുതക്കുക. പെരടി മറച്ചുകൊണ്ടായിരിക്കണം നമസ്കരിക്കേണ്ടത്. അത് അവിടുത്തെ മാത്രമല്ല, സാധാരണ നമ്മുടെ നമസ്കാരങ്ങളിലൊക്കെ തന്നെ പുരുഷന്മാര് പെരടി കൂടി മറക്കണം.
അത് ഫർദ് പോലെ പഠിപ്പിക്കപ്പെട്ട സുന്നത്താണ്. അത്രയും പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ പിന്നെ കോളറില്ലാത്ത ടീഷർട്ടൊക്കെ ഇട്ട് നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നടത്തും. അങ്ങനെ കോളർ ഇല്ലാത്ത ടീഷർട്ട് ഇടാൻ പാടില്ല എന്നല്ല, ടീഷർട്ട് ഇടാം, പക്ഷെ എന്ത് ചെയ്യണം, ഒരു ഷാൾ കൊണ്ടെങ്കിലും പേരടി മറച്ചുകൊണ്ടായിരിക്കാം നമസ്കരിക്കേണ്ടത്. അത് നമ്മൾ ശീലിക്കേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും ഈ സമയത്ത് നമ്മൾ എന്താ, ഈ പുതപ്പ് ഇങ്ങനെ പഴയ പോലെ പുതച്ചിട്ട് നമസ്കരിക്കാം. ആ 2 റക്അത്ത് നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത്, രണ്ടാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്. ഇതൊന്നും വിശദീകരിക്കാൻ സമയമല്ല, അവിടെ ഓടിച്ചു പോകണം. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞ് അവിടെ മറ്റ് അസൗകര്യം ഇല്ലെങ്കിൽ കുറച്ച് സമയം ഇത് പ്രാർത്ഥിക്കാം. പിന്നെ അവിടെ നിന്ന് എണീറ്റ് നേരെ പിന്നോട്ട് പോയാൽ അവിടെ എന്താ, സംസം കിട്ടും. സംസം കുടിക്കുക. സംസം ചരിത്രപരമായി വലിയ പ്രാധാന്യമുണ്ട്. അതിന്റെ കണ്ടന്റിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട്, നമുക്ക് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. എന്നാൽ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, കുറേ കാലം അങ്ങനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും, അല്ലേ? കേടുവരില്ല. അങ്ങനെ കേട് വരാത്ത വേറെ വല്ല വെള്ളമുണ്ടോ? ഇല്ലല്ലേ? ഉറപ്പല്ലേ? ബർക്കത്തുള്ള വെള്ളം എന്ന് ഖുർആൻ പറഞ്ഞൊരു വെള്ളമുണ്ട്. അത് സംസത്തിനെ കുറിച്ചല്ല. ബർക്കത്തുള്ള വെള്ളം മാ ഉൻ മുബാറക്. ഏതാണ്? മഴവെള്ളം. മഴവെള്ളം മാ ഉൻ മുബാറക് എന്ന് പറഞ്ഞാൽ അതിനെ മലയാളീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഇംഗ്ലീഷ് വൽക്കരിക്കുക. എന്താണ്? പവർഫുൾ വാട്ടർ എന്നാണ്. ഏറ്റവും നല്ല പവർഫുൾ ആയിരിക്കുന്ന വെള്ളമാണത്. അതുകൊണ്ട് തന്നെ ആ വെള്ളം അത്ര പെട്ടെന്ന് ചീത്താവില്ല. നിങ്ങൾ മഴവെള്ളം സൂക്ഷിച്ചുകൊണ്ടു എടുത്തുകൊണ്ടു കേടില്ല. നിങ്ങൾ ഈ തൊട്ടടുത്ത ലക്ഷദ്വീപിലെ ആൾക്കാരോട് ചോദിച്ചുകൊണ്ട് അവര് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ആഴ്ച 2 ദിവസം മാത്രമേ അവർക്ക് കടലിൽ നിന്ന് ശുദ്ധീകരിച്ച വെള്ളം കിട്ടുള്ളൂ. ബാക്കിയുള്ള 5 ദിവസം അവർ കുടിക്കാൻ എടുക്കുന്നത് മഴ പെയ്യുമ്പോൾ സൂക്ഷിച്ചു വെക്കുന്ന വെള്ളം. അതാണ് അവരുടെ കുടിവെള്ളം. കേടുവരില്ല, കുറേ കാലം നിൽക്കും. അത് അനുഗ്രഹീതമായ ബർക്കത്തുള്ള വെള്ളമാണ്. പക്ഷെ നമ്മൾ അന്ധവിശ്വാസം എന്താ അറിയോ, കുട്ടികളൊക്കെ മഴ കൊണ്ടാൽ ജലദോഷം പിടിക്കുന്നതാണ്. അത് നമ്മൾ അന്ധവിശ്വാസമാണ്, അതെയല്ലേ? അതേ നമ്മൾ എന്ത് ചെയ്യും, ഈ മഴവെള്ളം ഇങ്ങനെ മണ്ണിലൂടെ ഒഴിച്ചിങ്ങനെ ഇറങ്ങിപ്പോയിട്ട് വല്ല കിണറ്റിലോ കുളത്തിലൊക്കെ എത്തിയാൽ അതിൽ കൊണ്ടേ കുളിപ്പിക്കും. അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ലാണ്. സംഭവം അത്രയേ ഉള്ളൂ. നമ്മൾ കുളിക്കാനായിട്ട് വന്നാണെങ്കിൽ കുളി കഴിഞ്ഞാൽ തലയൊക്കെ ഒന്ന് തോർത്തി ഉഷാറാക്കും, അല്ലേ? മഴ യാദൃശികാരി കൊള്ളുന്നതാണ്. അപ്പൊ പൊതുവെ തോർത്താറില്ല, അങ്ങനെ ഉണങ്ങിപ്പോവുക ചെയ്യുക. അതുകൊണ്ടൊക്കെ ഒരു പക്ഷേ ജലദോഷം ഉണ്ടായേക്കാം എന്നല്ലാതെ ആ വെള്ളത്തിന് ഒരു തകരാറുമില്ല. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ബർക്കത്തുള്ളത്, മുബാറക്ക് എന്നൊക്കെ പ്രയോഗിച്ചത് എന്തിനെ കുറിച്ചാണ്? മഴവെള്ളത്തെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ വെള്ളം വേറെ ഉണ്ടെന്ന് പറഞ്ഞോളൂ. ശരി, ഏതായിരുന്നാലും സംസത്തിന് ഇങ്ങനെയുള്ള കുറേ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം അത് ഏതെങ്കിലും സന്ദർഭത്തിലൊക്കെ ഒരു പുണ്യം വേണ്ടേ? തവാഫിന്റെ അവസാനത്തിൽ സംസം കുടിക്കൽ പുണ്യമാണ്. കുടിക്കൽ പുണ്യമാണ് എന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു സന്ദർഭം അത് മാത്രമേ ഉള്ളൂ. വേറെ ഏതു സമയത്തും മക്കയിലും മദീനയിലൊക്കെ ആകുമ്പോൾ കിട്ടാവുന്ന നേരത്തോളം സംസം തന്നെ കുടിക്കണം എന്ന് ഞാൻ പറയാം. എന്താ കാരണം, അവിടുത്തെ കാലാവസ്ഥക്കും അവിടുത്തെ പ്രകൃതിക്കൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല വെള്ളം തന്നെയാണ്. അവിടെ അതിനെയാണ് കുടിക്കേണ്ടത്. പക്ഷെ പുണ്യം ഉദ്ദേശിച്ച് കുടിക്കേണ്ടത് എപ്പോഴാ? തവാഫിന്റെ അവസാനത്തിലാണ്. മനസ്സിലായോ? അത് ആ സമയത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെയായി? 7 റൗണ്ട് നടന്നു, 2 റക്അത്ത് നമസ്കരിച്ചു, സംസം കുടിച്ചു. തവാഫ് എന്നൊരു യൂണിറ്റ് പൂർത്തിയായി. ഇനി സഅയാണുള്ളത്. നേരെ നമ്മൾ സഅയ് ചെയ്യാൻ വേണ്ടി പിന്നെ സഫയിലേക്കാണ് പോകുന്നത്. സഫയിലേക്ക് പോകുമ്പോൾ സഫയിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം? സൂറത്തുൽ ബഖറ 158 ആയത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് വമൻ ഹജ്ജൽ ബൈത വ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമ എന്ന് തുടങ്ങുന്ന ആയത്ത്. ഈ ആയത്ത് ഒരു പ്രാവശ്യം ചൊല്ലുക. അതും സഅയിൽ ആകെ ഒരേ ഒരു തവണ മാത്രമേ ആവശ്യമുള്ളൂ. ആദ്യമായി നമ്മൾ സഫയിലേക്ക് വരുന്ന സമയത്ത്. വേറെ പിന്നെ സഫയിലേക്ക് വീണ്ടും വീണ്ടും വരും, അപ്പോഴൊന്നും ആവശ്യമില്ല. മറുവയിലും അതുപോലെ പോകും, അപ്പോഴൊന്നും ആവശ്യമില്ല. ഒരേ ഒരു തവണ മാത്രം ആദ്യമായി സഫയിൽ വരുമ്പോൾ ഈ ആയത്തൊന്നും ഊതാം. എന്നിട്ട് നമ്മൾ സഫയിലേക്ക് അടുക്കുക. നേരെ അടുത്താൽ അവിടെ നിന്ന് നേരെ തിരിഞ്ഞും കൊണ്ടനക്കുക, കഅബയിലേക്ക് തിരിഞ്ഞിക്കുക. 2 കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക, ഇഷ്ടംപോലെ പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനകൾക്കിടയിൽ പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട ഒരു ദിക്റുണ്ട്. ആ ദിക്റിന്റെ 3/4 ഭാഗം നമുക്ക് തന്നെ അറിയാം. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹദ. ഇതിൽ അവസാനത്തെ 3 പദങ്ങൾ മാത്രമേ നമുക്ക് എത്ര ധാരണ ചെയ്യാക്കുള്ളൂ, അത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ദിക്ർ ഒരു 3 പ്രാവശ്യം നമ്മൾ ഈ പ്രാർത്ഥനകൾക്കിടയിൽ ചൊല്ലുക. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മറുവയിലേക്ക് നടക്കുക. ആ നടത്തത്തിനിടയിൽ ഒരു ഏരിയയിൽ കുറച്ചൊരു പച്ച ലൈറ്റഡ് ഏരിയ കാണും. അത് പുരുഷന്മാർക്കൊന്ന് സ്പീഡിൽ നടക്കാൻ വേണ്ടിയാണ് അടയാളപ്പെടുത്തിയത്. ഒരു 100 മീറ്റർ താഴെ ഉണ്ടാവുള്ളൂ. അതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട്, വിശദാംശങ്ങളിൽ പോകുന്നില്ല. അപ്പോൾ
അവിടെ നമുക്ക് അങ്ങനെ പോയിട്ട് മറവയിലെത്തുക. മറവയിലെത്തിയാൽ അവിടെ നിന്ന് ഇതേപോലെ കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകൾക്കിടയിൽ ഈ ദിക്ർ ഒരു 3 പ്രാവശ്യം ചൊല്ലുക, തിരിച്ച് ഇങ്ങോട്ട് സഫയിലേക്ക് നടക്കുക. അങ്ങനെ നമ്മൾ സഫയിൽ നിന്ന് തുടങ്ങി മറവയിലെത്തുമ്പോൾ ഒരു റൗണ്ടായി. മറവയിൽ നിന്ന് വീണ്ടും സഫയിലെത്തുമ്പോൾ 2, സഫയിൽ നിന്ന് വീണ്ടും മറവയിലെത്തുമ്പോൾ 3, മറവയിൽ നിന്ന് വീണ്ടും സഫയിലെത്തുമ്പോൾ 4, സഫയിൽ നിന്ന് വീണ്ടും മറവയിലെത്തുമ്പോൾ 5, മറവയിൽ നിന്ന് വീണ്ടും സഫയിലെത്തുമ്പോൾ 6, സഫയിൽ നിന്ന് മറവയിലെത്തുമ്പോൾ 7. അപ്പൊ തുടങ്ങിയത് സഫയിലാണ്, അവസാനിക്കുന്നത് മറവയിലാണ്. ഇതോടുകൂടി സഅയും കഴിഞ്ഞു. ഇപ്പോ ഉംറയിലെ അധ്വാനുള്ള എല്ലാ പണിയും കഴിഞ്ഞു. ഈ ഒറ്റ കാര്യം മാത്രമേ ബാക്കിയുള്ളൂ, എന്താ? മുടിയെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾ അവിടുന്ന് റൂമിൽ പോയിട്ട് പിന്നെ കത്രിക ഉണ്ടാവുമല്ലോ, അതെടുത്ത് നമ്മളെ മുടി മൊത്തം കൂട്ടിപ്പിടിച്ച് അവസാന അറ്റത്ത് നിന്ന് ഇത്ര വലിപ്പത്തില്, ഇതിന് അൻമിലത്ത് എന്നാ പറയാം, ഈ വിരലിന്റെ അറ്റം ആ വലിപ്പത്തിൽ വെട്ടിക്കളയാം. പുരുഷന്മാരെന്ത് ചെയ്യുക? പോകുന്ന വഴിയിൽ ബാർബർ ഷോപ്പ് ഉണ്ടാവും, കയറിയിട്ട് ശരിക്കും തല മൊട്ടടിക്കുക. മൊട്ടടിക്കുന്നതിന് എന്തെങ്കിലും ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം വെട്ടുക, വെട്ടുന്നവരും പൂർണ്ണമായി വെട്ടുക, താഴ്ത്തി വെട്ടുക. അത് സാധാരണ അങ്ങനെ തന്നെയാണ്, നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്, സാധാരണ ജീവിതത്തിൽ അങ്ങനെ തന്നെ വേണ്ട. ഞാൻ ഇടയ്ക്ക് പറയാറില്ല, പുരുഷന്മാർ പൊതുവെ എന്ത് ചെയ്യണം? അല്ലാഹു റസൂലിന് ഇഷ്ടം പുരുഷന്മാരെ മുടി ശരിക്കും ചെറുതാക്കി വെട്ടലെന്നാണ്. സ്ത്രീകളോ മുടി നന്നായിട്ട് നീട്ടി വളർത്തലാണ്. അത് നമ്മളെന്ത് ചെയ്യുക? രണ്ടും എതിരാക്കിപ്പോ അല്ലേ? പെണ്ണുങ്ങൾ പരമാവധി വെട്ടിച്ചുരുക്കി ഇവിടെ പെരടിയിൽ എത്തിച്ചു ഉണ്ടാവും. ആണുങ്ങളോ ഇത് നീട്ടി വളർത്തി റബ്ബർ ബാൻഡിന് നടക്കുന്നതാണ്. ഒക്കെ വിനാശകാല വിപരീത ബുദ്ധി പറഞ്ഞ പോലെ കൊലത്തിനാണ്. പോകട്ടെ, ഞാൻ ഇടയ്ക്ക് പറഞ്ഞുള്ളൂ. അപ്പൊ ഇതോടുകൂടി ഉംറ കഴിഞ്ഞു. ഉംറന്റെ കർമ്മങ്ങൾ അത്രേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ മദീനയിൽ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ എയർപോർട്ടിൽ നമ്മൾ പുറപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഒന്ന് ക്ലീൻ ആക്കി, ശരീരമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ കുളിച്ച് ഇഹ്റാമിന്റെ ഡ്രസ്സ് മാറി യാത്ര പുറപ്പെട്ട് ഒന്നുകൾ ഫ്ലൈറ്റിൽ വെച്ച് അല്ലെങ്കിൽ മദീനയിൽ നിന്ന് വരുമ്പോൾ അവിടുത്തെ മീഖാത്തിൽ വെച്ച് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. തെൽബിയത്ത് ചൊല്ലി മക്ക വരെ പോകുന്നു. ഒതുവെടുത്ത് ഇൽത്തിബാന്റെ രൂപത്തിൽ ഡ്രസ്സ് ക്രമീകരിച്ച് നമ്മൾ ഹറമിലേക്ക് ഇറങ്ങുന്നു. 7 റൗണ്ട് തവാഫ് നടക്കുന്നു, 2 റക്അത്ത് നമസ്കരിക്കുന്നു, സംസം കുടിക്കുന്നു. അതുപോലെ നമ്മൾ സഅയ് തുടങ്ങുന്നു. സഫയിൽ വന്ന് തുടങ്ങി മറവയിലെത്തുമ്പോൾ 1, സഫയിലെത്തുമ്പോൾ 2, ആ രൂപത്തിൽ അതും 7 പൂർത്തിയാക്കുന്നു, മുടിയെടുക്കുന്നു. ഇതോടുകൂടി ഉംറയുടെ കർമ്മങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ സാധാരണ ജീവിതം നിൽക്കണം. പോയിട്ട് കുളിച്ച് റെഡിയായി വസ്ത്രമൊക്കെ ധരിച്ച് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ മക്കയിൽ ആണെങ്കിൽ അവിടെ നമ്മൾ താമസിക്കുന്നു. ഇനി നമുക്ക് കർമ്മങ്ങൾ വരുന്നത് ഹജ്ജിന്റെ സമയത്താണ്. ഹജ്ജിന്റെ സമയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹജ്ജ് തുടങ്ങുന്നത് ദുൽഹജ്ജ് 9 പറയാം, എങ്കിലും 8 തുടങ്ങാം. എന്താ കാരണം? ദുൽഹജ്ജ് 9 അറഫയിലേക്കുള്ള യാത്ര മുതലാണ് ഹജ്ജിന്റെ റുക്കനുകൾ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇഹ്റാം നമ്മൾ നേരത്തെ ചെയ്തു. നമ്മൾ റൂമിൽ തന്നെ ദുൽഹജ്ജ് 8 നമ്മളെ റൂം, നമ്മൾ എവിടെ താമസിക്കുന്ന ഇടത്ത് നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കാം. ഈ പറഞ്ഞ മര്യാദയൊക്കെ പാലിച്ചുകൊണ്ട്, കുളി കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിക്കാം. എന്നിട്ട് നമ്മൾ നേരെ മിനായിലേക്ക് പുറപ്പെടുന്നു. മിനായിലെത്തിയാൽ ളുഹറിന് മുമ്പ് ഏകദേശം മിനായിലെത്താം സാധാരണഗതിയിൽ. അവിടുത്തെ തിരക്ക് കാരണം ചിലപ്പോൾ തലേന്ന് രാത്രിനെ കൊണ്ടുപോകും. അപ്പോൾ ദുൽഹജ്ജ് 8 സുബൈൻ്റെ ശേഷമുള്ള പോകേണ്ടതെന്ന് ഷാട്ടി പിടിച്ചിരിക്കരുത്, കാരണം അത് മറ്റുള്ളവരെ ബാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് സമയം തന്നിട്ടുണ്ടെങ്കിൽ ആ സമയം പാലിച്ച് തന്നെ പോകണം. അങ്ങനെ നമ്മൾ മിനായിലേക്ക് പോകുന്നു. അവിടെ 5 വക്ത് നമസ്കാരം കിട്ടാൻ സാധ്യതയുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മിനായിലെ എല്ലാ നമസ്കാരങ്ങളും അതാതിന്റെ സമയത്താണ് നമസ്കരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ജമ്മില്ല. പക്ഷേ 4 റക്അത്തുള്ള നമസ്കാരങ്ങളൊക്കെ ഈ 2 റക്അത്തിൽ പരിമിതപ്പെടുത്തണം, അത്രേ പാടുള്ളൂ. അതാണ് നബിചര്യ. അപ്പോൾ സമയമുണ്ടല്ലോ, സൗകര്യമുണ്ടല്ലോ എന്നുണ്ടെങ്കിൽ നമുക്ക് 4 ആക്കാൻ പറ്റില്ല. അത് ഈ 2 റക്അത്ത്. അവിടെയുള്ള പള്ളികളിലൊക്കെ മസ്ജിദുൽ ഖൈഫ്, കുവൈത്തി മസ്ജിദ്, പല പള്ളികളുണ്ട്. ആ പള്ളികളിലൊക്കെ നടക്കുന്ന ജമാഅത്തും അങ്ങനെയാണ്. എല്ലാ വക്തിലും ജമാഅത്ത് ഉണ്ട്, പക്ഷേ 4 റക്അത്തിൽ 2 റക്അത്ത് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ദിവസം അവിടെ കഴിച്ചു കൂട്ടുക. പിറ്റേന്ന് ദുൽഹജ്ജ് 9 യൗമു അറഫ അല്ലെ, നമ്മൾ സുബൈക്ക് ശേഷം ഏതാണ്ട് ദുഹറിന് മുമ്പായി അറഫയിൽ എത്തുന്ന വിധത്തിൽ പുറപ്പെടുക. ഇതും ഒരു പക്ഷേ തലേന്ന് പോകേണ്ടി വരും രാത്രി. അത് നമ്മളെ കുഴപ്പം കൊണ്ടല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അത് പാലിക്കണം. അങ്ങനെ അറഫയിലെത്തിയാൽ അറഫയിൽ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, അവിടെ ഏതാണ്ട് ളുഹറിന്റെ സമയത്ത് ഈ നമിറ പള്ളിയിൽ നിന്ന് ഒരു ഖുത്ബ കേൾക്കാൻ പറ്റും. പറ്റുന്നവർ കേൾക്കുക, എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. എങ്കിലും ഇപ്പോൾ ഈ നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോണൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ലൈവായിട്ട് കിട്ടും. അത് കേൾക്കുക. അറബിയിലാണ്. അറബിയാണെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ അല്ലേ? പൊതുവിൽ ചിലപ്പോൾ അടുത്ത് കൂടുതലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ അറബി അറിയുന്നവരുണ്ടാവും, അവരെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്യിക്കാവുന്നതാണ്. ശരി, ഏതെന്നാലും ആ ഖുത്ബ കേൾക്കുക പറ്റുമെങ്കിൽ.
പിന്നെ ലൊഹറിന്റെ സമയത്ത് തന്നെ ലൊഹറും അസറും ജമ്മും കസറുമായി നിർവഹിക്കുക. ആദ്യം ലൊഹർ 2 റക്അത്ത്, പിന്നെ അസർ 2 റക്അത്ത്. അങ്ങനെ ലൊഹറും അസറും കൂടി ജമ്മും കസറുമായി ലൊഹറിന്റെ സമയത്ത് നിർവഹിക്കാം. കുറച്ച് സമയം വിശ്രമിക്കാം. അസർ മുതൽ മഗ്രിബ് വരെയാണ്, അഥവാ പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന വരെയാണ് അവിടുത്തെ അറഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ഒന്ന്, അറഫയിൽ സംഗമിക്കുക എന്നുള്ളത് ഹജ്ജിന്റെ റുക്നികളിൽപ്പെട്ടതാണ്. എന്നാൽ ആ സംഗമിക്കുന്നത് മഗ്രിബ് വരെ, അസ്തമയം വരെ തുടരുക എന്നുള്ളത് അതിന്റെ വാജിബാത്തിൽപ്പെട്ടതുമാണ്. അപ്പൊ രണ്ടും മനസ്സിലാക്കണം. അവിടെ റുക്നുമുണ്ട്, വാജിബുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അസർ മുതൽ മഗ്രിബ് വരെയുള്ള ആ ഏറ്റവും പ്രധാനപ്പെട്ട സമയം, റസൂൽ പറഞ്ഞത് നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫയിലെ പ്രാർത്ഥനയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന മാത്രമല്ല, ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിനം. ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ട് തന്നെ ധാരാളമായി പ്രാർത്ഥിക്കാൻ ആ സമയം ഉപയോഗിക്കുക. അസറിന്റെ സമയം മുതൽ അസ്തമയം വരെ. അത് ടെന്റിൽ ഇരുന്നു കൊണ്ടോ പുറത്തിറങ്ങിക്കൊണ്ടോ എവിടെയാണോ സൗകര്യം അത് ഉപയോഗപ്പെടുത്തി പ്രാർത്ഥിക്കുക. അതിന്റെ മെയിൻ. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മനസ്സൊക്കെ ഒന്ന് തണുത്ത് മഗ്രിബിന്റെ സമയമായി, പക്ഷെ നമസ്കരിക്കാൻ പറ്റില്ല. മഗ്രിബ് നമസ്കരിക്കേണ്ടത് അറഫയിൽ നിന്നല്ല, നമ്മൾ അവിടുന്ന് നേരെ മുസ്ദലിഫിലേക്ക് പുറപ്പെടുക. വാഹനമുണ്ടാവും, ഇല്ലെങ്കിൽ നടന്നു പോകാവുന്നേ ഉള്ളൂ. എന്തായിരുന്നാലും നമ്മൾ മഗ്രിബ് കഴിഞ്ഞിട്ട് അവിടുന്ന് പുറപ്പെടും. പുറപ്പെട്ട് മുസ്ദലിഫിൽ എത്തിയാൽ ആദ്യം ചെയ്യാനുള്ള പണി എന്താണ്? മഗ്രിബും ഇശാവും ജമ്മും കസറുമായി നമസ്കരിക്കാം. എന്തെങ്കിലും കാരണവശാൽ മുസ്ദലിഫിലേക്കുള്ള യാത്ര നീണ്ട് ഒരു രാത്രി 12 മണിയും കഴിഞ്ഞു പോകും തോന്നുകയാണെങ്കിൽ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ മഗ്രിബും ഇശാവും നമസ്കരിക്കാം. കാരണം രാത്രി 12 മണി വരെയൊക്കെയാണ് ഇശാന്റെ സമയമുള്ളൂ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെന്നാൽ മഗ്രിബും ഇശാവും നമസ്കരിച്ചു. ഇനി അവിടെയുള്ള പണി എന്താ? കിടന്നുറങ്ങാം. എവിടെ കിടന്നുറങ്ങണേ? നമ്മളെ കൊട്ടാരം കൂടിയിലൊന്നും അവിടെ അല്ല. അവിടെ പച്ച മണ്ണിൽ കിടക്കുക. ഇപ്പോ കുറച്ച് ഏരിയയിലൊക്കെ ചെറിയ പിന്നെ മാറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. എല്ലായിടത്തൊന്നും ഇല്ല, കുറച്ച് ഏരിയയിലൊക്കെ ഉണ്ട്. അത് കിട്ടിയാൽ ഇല്ലെങ്കിൽ അങ്ങനെ നമ്മളെ കയ്യിൽ വല്ല വിരിപ്പോ പതപ്പുണ്ടെങ്കിൽ ആവാം, അത് വിരിച്ചിട്ട് നമ്മൾ കിടക്കുക. മേലെ ആകാശം, താഴെ ഭൂമി, ഉറങ്ങേനെ. ഉറക്കമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത്, ഉറങ്ങാം. അങ്ങനെ രാത്രി അവിടെ താമസിച്ച് നമ്മൾ പുലർച്ചെ എണീച്ച് സുബഹി നമസ്കരിക്കാം. നമസ്കരിച്ചിട്ട് പറ്റുമെങ്കിൽ മഷ്അറുൽ ഹറാം എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടെ അടുത്തൊരു പള്ളിയുണ്ട്, അന്ന് പള്ളിയൊന്നുമില്ല. എന്നാൽ ആ ഏരിയയിൽ എത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ എവിടെയും കുഴപ്പമില്ല. അറഫയെ പോലെ തന്നെ അറഫയിൽ എവിടെയും നിന്ന് പ്രാർത്ഥിക്കാം എന്ന പോലെ മുസ്ദലിഫയിലും എവിടെയും നിന്ന് പ്രാർത്ഥിക്കാം. സാധ്യമാകുന്ന വിധത്തിൽ അവിടെ കുറച്ച് സമയം അവിടുന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് സൂര്യൻ ഉദിക്കുന്ന മുമ്പായി നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് തിരിച്ചു പോകാം. അപ്പോഴേക്ക് എന്തായി? നമ്മൾ ദുൽഹജ്ജ് 10 എത്തിയിട്ടുണ്ട്. ദുൽഹജ്ജ് 10 അന്ന് എന്തൊക്കെ കർമ്മങ്ങളുണ്ട്? അന്ന് ചെയ്യാനുള്ള കർമ്മങ്ങളാണ് ഒരു കർമ്മം. പിന്നെ ജംറയിൽ ആദ്യമായി ജംറയിൽ കല്ലെറിയ. ഏത് ജംറയിൽ അറിയേണ്ടത്? 3ാമത്തെ ജംറയിൽ. 1, 2, 3 ജംറത്തുൽ അഖബ. ഈ ജംറത്തുൽ അഖബയിൽ കല്ലെറിയ എന്നുള്ളതാണ് അന്നത്തെ ഒരു കർമ്മം. അത് വാജിബായ കർമ്മമാണ്. മറ്റൊന്ന് ബലിയിറക്കുക. ബലിക്ക് നമ്മൾ ഇവിടുന്ന് ചെല്ലുന്ന സമയത്ത് തന്നെ അതിന്റെ ക്യാഷ് ഏതെങ്കിലും ഏജൻസികളെയോ മറ്റോ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ ചെയ്തോളും. നമ്മുടെ ആ ഉത്തരവാദിത്തം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 3ാമത്തെ എന്താ? മുടിയെടുക്കുക. ഈ 3 കാര്യങ്ങൾ കഴിയുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇഹ്റാമിന്റെ ഡ്രസ്സ് മാറാം. എന്നാൽ ആദ്യ തഹല്ലുലായി. സ്ത്രീ പുരുഷ ശാരീരിക ബന്ധമല്ലാത്ത കാര്യങ്ങളൊക്കെ ഹലാലായി. അപ്പോൾ ഒന്നാമത്തെ തഹല്ലുല് എന്തൊക്കെയായി? 1 ജംറയിൽ എറിയ, 2 പിന്നെ ബലിയിറക്കുക, 3 മുടിയെടുക്കുക. ഈ 3 കാര്യങ്ങളോടെ നമ്മൾ എന്തായി? തഹല്ലുലായി, ആദ്യത്തെ തഹല്ലുൽ. ഇനി 2 കർമ്മങ്ങൾ കൂടി ബാക്കിയുണ്ട്. 1 തവാഫ്, മറ്റൊന്ന് സഅയ്. അതിന് മക്ക വരെ പോകണം. എന്തായാലും ഒരു 5 മുതൽ അങ്ങോട്ട് മേലോട്ട് 8, 9, 10 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവാം. നടന്ന് തന്നെ പോകേണ്ടി വരും ആ ദിവസം പോവുകയാണെങ്കിൽ. അപ്പോൾ അത് നിർവഹിക്കേണ്ടത് ഏറ്റവും പ്രധാനമായ ദിവസം ദുൽഹജ്ജ് 10 തന്നെയാണ്. എന്നാൽ എന്തെങ്കിലും ശാരീരികമായ പ്രയാസം കൊണ്ടോ മറ്റ് തിരക്കുകൊണ്ടൊക്കെ സ്വാഭാവികമായും അന്ന് നിർവഹിക്കാൻ പറ്റിയില്ലെങ്കിലോ ബേജാറാവേണ്ടതില്ല. 11, 12, 13 ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം അത് നിർവഹിക്കാൻ ശ്രമിക്കാം. ഈ പ്രധാനപ്പെട്ട ഈ 2 കർമ്മങ്ങൾ. അതോടുകൂടി എന്തായി? ഇതുകൂടി നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണതല്ലേ. പക്ഷെ എന്ത് ചെയ്യണം? ഈ പറയുന്ന ദിവസങ്ങളൊക്കെ ദുൽഹജ്ജ് 10-നും ദുൽഹജ്ജ് 11-നും രാത്രി മിനായിൽ തന്നെ താമസിക്കണം. അത് റുക്കനാണ്, വാജിബാണ്. രാത്രി മിനായിൽ തന്നെ. ഇപ്പോൾ നമ്മൾ ദുൽഹജ്ജ് 10-ന് മക്കയിൽ പോയി തവാഫും സഅയും കഴിഞ്ഞാൽ നല്ല ക്ഷീണുണ്ട്.
ഹറമിൽ നല്ല സ്ഥലമുണ്ട്. അപ്പം എന്ത് ചെയ്യുക, അവിടെ കിടന്നുറങ്ങാൻ നോക്കിയാൽ പറ്റില്ല. തിരിച്ച് മിനായിലേക്ക് തന്നെ എത്തണം, അവിടെ രാത്രി താമസിക്കണം. അപ്പൊ അങ്ങനെ ദുൽഹജ്ജ് 10 കഴിഞ്ഞു. ഇനി 11, 12, 13. 10 ഇപ്പം എന്തൊക്കെ പറഞ്ഞ്? ജംറയിൽ എറിയ, ബലിയിറക്കുക, മുടിയെടുക്കുക, തവാഫ് ചെയ്യുക, സഅയ് ചെയ്യുക, എന്നിട്ട് മിനായിൽ രാത്രി വന്ന് കിടന്നുറങ്ങുക. അടുത്ത ദിവസം 11, 12, 13 ഈ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം 3 ജംറകളിലും കല്ലെറിയാം. 3 ജംറകളിൽ ആദ്യത്തെ ജംറയിൽ വലത് ഭാഗത്ത് എറിഞ്ഞിട്ട് വലത്തോട്ട് മാറി കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടെ നിന്നിട്ട് കഅബയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ജംറയിൽ എറിയാം, എന്നിട്ട് ഇടത് ഭാഗത്തേക്ക് മാറാം, മുന്നോട്ട് പോയി നിന്നിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ 3-ാമത്തെ ജംറയിൽ എറിയ, അവിടെ നമ്മൾ എങ്ങോട്ടും തിരിഞ്ഞിക്കാനും പ്രാർത്ഥിക്കാനൊന്നുമില്ല, ഏറ് കണ്ട് നേരെ തിരിച്ചിട്ട് പോരാം. അപ്പൊ എന്തൊക്കെ പറഞ്ഞത്? 1-ാമത്തെ ജംറയിൽ എറിയ വലത്തോട്ട് മാറി പ്രാർത്ഥിക്കുക, 2-ാമത്തെ ജംറയിൽ എറിയ ഇടത്തോട്ട് മാറി പ്രാർത്ഥിക്കുക, 3-ാമത്തെ ജംറയിൽ എറിയ നേരെ തിരിച്ചു പോരാം. ഈ കാര്യങ്ങളാണ് ഈ 11-നും 12-നും 13-നും നിർവഹിക്കേണ്ടത്. എന്നാൽ അതിലും 11-ഉം 12-ഉമാണ് ഈ 3 ജംറകളിലും എറിയൽ വാജിബാകുന്നത്. 13 വാജിബല്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, 12-ന് തന്നെ കർമ്മങ്ങൾ അവസാനിപ്പിച്ച് പോരാം. അങ്ങനെ പോരുകയാണെങ്കിൽ 13-ാമത്തെ ദിവസത്തെ ഏറും കൂടി എറിയണം? വേണ്ട. 12-ന് പോലും 12-ന് ഏറെ ആവശ്യമുള്ളൂ. പക്ഷെ എന്ത് ചെയ്യണം, ആ 12-ന് മഗ്‌രിബ് ആവുന്നതിന് മുമ്പ് തിരിച്ചു വരണം, മിന വിടണം. കാരണം മഗ്‌രിബോട് കൂടി അടുത്ത ദിവസം തുറന്നുകൊണ്ടാണ്. അപ്പോൾ മിന വിട്ടു പോരണം. ഇത്രയേ നിയമമുള്ളൂ. ഇല്ലെങ്കിൽ 13 കൂടി പൂർത്തിയാക്കുക, എന്നിട്ട് നമ്മൾ തിരിച്ച് മക്കയിലേക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ താമസ സ്ഥലത്തേക്ക് വരിക. ഇതോടുകൂടി ഹജ്ജിന്റെ ദിവസങ്ങളിലുള്ള ആ കർമ്മങ്ങൾ കഴിഞ്ഞു. ഇനി ഒരൊറ്റ കർമ്മം മാത്രമാണ് ബാക്കിയുള്ളത്. അതാണെന്ത്? തവാഫുൽ വിദാ. എന്താണ്? യാത്ര പറയുന്ന തവാഫ്. അത് നമ്മൾ എന്നാണോ മക്ക വിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോരുന്നത്, ഞാൻ പ്രത്യേകം പറയാൻ കാരണമുണ്ട്. ചില ആളുകൾ മക്കയിൽ നിന്ന് ഹജ്ജൊക്കെ കഴിഞ്ഞാൽ ജിദ്ദയിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ വിദാവിന്റെ തവാഫ് ചെയ്യേണ്ടത് ചോദിക്കാറുണ്ട്. ചിലര് വേറെ എവിടെയെങ്കിലൊക്കെ പോയി വരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ തായിഫിൽ നിന്ന് ഉയരണം, അപ്പോൾ വിദാവിന്റെ തവാഫ് ചെയ്യേണ്ടത് ചോദിക്കാറുണ്ട്. അങ്ങനെ ആവശ്യമില്ല. നമ്മൾ ഈ യാത്ര അവസാനിപ്പിച്ചിട്ട് മക്ക വിടുന്ന എന്നാണോ അന്നാണ് നമ്മൾ വിദാവിന്റെ തവാഫ് ചെയ്യേണ്ടത്. അപ്പോൾ യാത്രക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നമ്മൾ പെട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പുറപ്പെടുന്നതിന്റെ ഏറ്റവും അടുത്ത സമയത്ത് പോയിട്ട് തവാഫ് ചെയ്യാം, വിദാവിന്റെ തവാഫ്. ആ തവാഫ് ഋതുമതികളായിരിക്കുന്ന സ്ത്രീകൾക്ക് നിർബന്ധമുള്ളതുമല്ല, അവരെ ചെയ്യേണ്ടതില്ല. ബാക്കിയുള്ള എല്ലാവരും ചെയ്തിരിക്കുക. തവാഫ് നിർബന്ധമായും എല്ലാവരും നിർവഹിക്കേണ്ട തവാഫാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ 1-ാമത്തെ ആദ്യം ചെയ്യുന്ന ഹജ്ജിന്റെ തവാഫ്, അല്ലെങ്കിൽ തവാഫുൽ ഇഫാദ എന്ന് പറയുന്ന തവാഫ്, അതെല്ലാവരും നിർവഹിക്കണം. മനസ്സിലായല്ലോ? അതേ സമയത്ത് ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് ഇവർ ഋതുമതികളാണെങ്കിൽ അവർക്ക് ഈ തവാഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ തന്നെ പോരാം, ഒരു കുഴപ്പമില്ല. ഇതോടുകൂടി നമ്മുടെ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞു. ഇനി ബസ് കയറിയിട്ട് ആഇബൂന താഇബൂന ആബിദൂന റബ്ബിന ഹാമിദൂൻ എന്ന ഒരു പ്രാർത്ഥന കൂടി ചൊല്ലിക്കൊണ്ട് നമ്മൾ ഖേദിച്ചു മടങ്ങി പശ്ചാത്തപിച്ച്, അല്ലെ, പടച്ച റബ്ബിനെ ആരാധന അർപ്പിച്ച് അവനെ സ്തുതികീർത്തനം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എന്നാണ് ഈ പറയുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോരേണ്ടത്. ഇതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും പൂർത്തിയായി. ഹജ്ജിന്റെ ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളവ ഉംറയായിരിക്കും. ഉംറ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ എന്താണ്, അതൊരു ഒഴുക്കിന് അങ്ങനെ തന്നെ ചെയ്തു പോകാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിലെവിടെയും ഒരു ഇടതടവോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ആ ഭാഗം ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ടൈം നമസ്കാരം തുടങ്ങാൻ ഒരു 5-6 മിനിറ്റ് കൂടി ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഓടിച്ചു പോകുന്നുള്ളൂ. നമ്മൾ ദുൽഹജ്ജ് 8-ന് നമ്മളെ റൂമിൽ നിന്ന് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു, മിനായിലേക്ക് പോകുന്നു, ഒരു ദിവസം അവിടെ താമസിക്കുന്നു. അടുത്ത ദിവസം ദുൽഹജ്ജ് 9-ന് നമ്മൾ അറഫയിലേക്ക് പോകുന്നു. അവിടെ അസർ മുതൽ മഗ്‌രിബ് വരെയുള്ള സമയം പ്രധാന പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ് അത് ഉപയോഗിക്കുന്നു. അന്ന് ലഹുറും അസറും, ലഹുറിന്റെ സമയത്ത് ജമ്മും കസറുമായി നിർവഹിക്കുന്നു. എന്നിട്ട് അസർ മുതൽ മഗ്‌രിബ് വരെ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ മുസ്ദലിഫയിലേക്ക് നീങ്ങുന്നു. മുസ്ദലിഫയിൽ എത്തിയാൽ മഗ്‌രിബും ഇശാവും നമസ്കരിക്കുന്നു ജമ്മും കസറുമായിട്ട്. അവിടെ രാത്രി താമസിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് സുബഹി നമസ്കരിച്ച് സാധ്യമാകുന്ന വിധം പ്രാർത്ഥിക്കുന്നു. സൂര്യൻ ഉദിക്കുന്ന മുമ്പായി മുസ്ദലിഫയിൽ നമ്മുടെ യാത്ര തിരിക്കുന്നു. മിനായിലെത്തി ജംറത്തുൽ അഖബയിൽ എറിയുന്നു. അത് കഴിഞ്ഞ് മുടിയെടുക്കുന്നു, അതുപോലെ ബലിയിറക്കുന്നു, പിന്നെ തവാഫ് ചെയ്യുന്നു, സഅയ് ചെയ്യുന്നു. കൂടുതൽ ഒരു കാര്യം പറയാം. ഈ 5 കർമ്മങ്ങൾ അന്ന് നിർവഹിക്കാനുണ്ടെങ്കിലും അതിന്റെ ഓർഡർ റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും അതേ ഓർഡറിൽ തന്നെ നിർവഹിക്കണം എന്ന നിർബന്ധമല്ല. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കത്ത് വന്നു, തവാഫ് ചെയ്യുന്നത് നല്ല തിരക്കാ, അല്ലെങ്കിൽ നല്ല വെയിലാ, എന്നാൽ സഅയ് ചെയ്യുന്നത് അത്ര പ്രശ്നമില്ല. ആദ്യം സഅയ് ചെയ്യാൻ കുഴപ്പമില്ല.
ഉംറക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉംറക്ക് ആദ്യം തവാഫ് പിന്നെ സഅയ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം സഅയ് ചെയ്യുക, പിന്നെ തവാഫാവാം. അതുപോലെ മുടിയെടുക്കൽ ആദ്യമാവാം, പിന്നെ ബലിയറക്കലാവാം, അതൊന്നും പ്രശ്നമല്ല. ഏതാണോ സാധ്യമാകുന്നത് ആ സാധ്യമാകുന്ന വിധത്തിൽ നിർവഹിക്കാം. അതാണ് അതിന്റെ ഭാഗം. ഏതായിരുന്നാലും അങ്ങനെ 5 കാര്യങ്ങളെന്ന്. എന്നിട്ട് നമ്മൾ വീണ്ടും മിനായിൽ തന്നെ വന്ന് താമസിക്കുന്നു. അടുത്ത ദിവസം മുതൽ 11, 12, 13 ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം 3 ജംറകളിലും കല്ലെറിയുന്നു. 3 ജംറകളിലും കല്ലെറിയുന്നു. 13 നമ്മൾ എല്ലാം പൂർത്തിയാക്കി തിരിച്ച് നമ്മുടെ താമസ സ്ഥലത്തേക്ക് വരുന്നു. എന്നാണോ പൂർണ്ണമായും മക്ക വിട്ട് നാട്ടിലേക്ക് തിരിക്കുന്നത് അന്ന് തവാഫുൽ വിദാ അഥവാ യാത്ര പറയലിന്റെ തവാഫ് കൂടി നിർവഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി നമ്മൾ തിരിച്ചു പോരുന്നു. ഇത്രയുമാണ് ഹജ്ജ് ഉംറ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലളിതമായും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടും പറഞ്ഞു തരാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇത് വളരെ വിശദമായി ഇപ്പോൾ നമ്മുടെ അൽമനാറിന്റെ ഹാജിമാർക്കൊക്കെ അവിടെ ചെന്നാൽ ഹജ്ജിന്റെ തൊട്ട് മുമ്പുള്ള ഒരു 5 or 6 ദിവസം ഇതിന്റെ A to Z കാര്യങ്ങൾ വളരെ വിശദമായി പ്രാക്ടിക്കലായി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ്. എന്നിട്ടാണ് അവർ കൊണ്ട് ചെയ്യിക്കാറുള്ളത്. അതുകൊണ്ട് ഹജ്ജിന്റെ സമയത്ത് നമുക്കൊരു പണി ഉണ്ടാവില്ല. ഹജ്ജിന് നമുക്ക് ഒരു പണി ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലും ഓർമ്മക്കുറവുണ്ടൊക്കെ എന്തെങ്കിലും അബദ്ധം പറ്റുകയാണെങ്കിൽ അത് അവർ തിരുത്തിത്തരും. അങ്ങനെയല്ലല്ലോ അന്ന് പറഞ്ഞതെന്ന് പറയും. മനസ്സിലായല്ലോ? ആ രൂപത്തിൽ അവരെ ശരിക്ക് ഇത് ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചിട്ടാണ് നമ്മൾ വിടാറുള്ളത്. പക്ഷേ അതിനുള്ള സമയം ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ഈ കിട്ടിയ സമയത്തിനകം ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മൾ ഈ പ്രാവശ്യം യാത്ര തിരിക്കാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ആളുകൾക്കും മഖബൂലായ മബ്രൂറായ വിധത്തിൽ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ, യാത്ര പ്രയാസരഹിതമായി നിർവഹിക്കാൻ, ആർക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ തങ്ങളുടെ ഈ ഏറ്റവും വലിയ അഭിലാഷം പൂർത്തീകരിക്കാൻ പടച്ച റബ്ബ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ബാക്കി നിൽക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ഏറ്റവും അടുത്ത സന്ദർഭങ്ങളിൽ തന്നെ ഇങ്ങനെ യാത്രക്ക് ഒരുങ്ങാനും അതുപോലെ തന്നെ ഈ യാത്ര പൂർത്തീകരിക്കുവാനും അവരെയും അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും എല്ലാ പാപങ്ങളും പരിഹരിക്കപ്പെട്ട പരിശുദ്ധമായ അവസ്ഥയിൽ ഈ ലോകത്തിൽ വിട പറയുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അവൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും കൃത്യമായി പഠിക്കുവാനും പകർത്തുവാനും അതിന്റെ ശരിയായ വക്താക്കളും പ്രയോക്താക്കളും പ്രചാരകരുമായി ജീവിതത്തെ ധന്യമാക്കുവാനും ഞങ്ങളെല്ലാം നീ പ്രത്യേകം അനുഗ്രഹിക്കണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഗഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഈ സംസാരിച്ചു വെച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമസ്കാരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ ഇവിടെ ഇരിക്കാം. സംശയമുള്ളവർ മാത്രം